ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1 +2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1 +2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1 +2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1 +2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. വെൽക്കം ടു സ്പാർക്ക് ബോധി. +2 മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ +2 ഏകദേശം മാത്തമാറ്റിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. ഇനി 2 ചാപ്റ്റേഴ്സേ ബാക്കിയുള്ളൂ. അത് ഏതെല്ലാം ചാപ്റ്റർ ഇന്ന് എടുക്കാൻ പോവുകയാണ്. ഒന്ന് വെക്ടർ ആൾജിബ്ര ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഇതോടെ +2 എല്ലാ മാത്സ് പേപ്പേഴ്സും എല്ലാ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ വീഡിയോസും നോക്കി ക്ലിയർ ആയിട്ട് എല്ലാം പഠിക്കുക. ആ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് റിഫർ ചെയ്യുക, എല്ലാവരും റിഫർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കൊന്നാം നോക്കാം വെക്ടർ ആൾജിബ്ര. വെക്ടർ ആൾജിബ്ര വളരെ എളുപ്പമാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളൊരു സെക്ഷനാണ് വെക്ടർ ആൾജിബ്ര. ഈ വെക്ടർ ആൾജിബ്രയിൽ ആദ്യം നമ്മൾ പറയുന്ന ഈക്വൽ വെക്ടേഴ്സ് എന്നാണ്. ഈക്വൽ വെക്ടേഴ്സ്, വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതാണ് നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്നവിടെ ഉദ്ദേശിക്കുന്നത്. സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇതാണ് നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അറിയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ലൈക്ക് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കൊലീനിയർ വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഒരേ ഡയറക്ഷൻ വരുന്നതെല്ലാം ലൈക്ക് വെക്ടേഴ്സ്. ആപ്പോസിറ്റ് ഡയറക്ഷൻ എവിടെ കാണിക്കുന്നു അതിനെ അൺലൈക്ക് വെക്ടേഴ്സ് നമുക്ക് പറയാം. അപ്പം കൊലീനിയർ വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഡയറക്ഷൻ ലൈക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അൺലൈക്ക്. അതും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കാര്യമാണ്. ഇനി യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1. യൂണിറ്റ് വെക്ടേഴ്സ് മീൻ വെക്ടേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ്. ആ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ 1 ആണെങ്കിൽ ആ വെക്ടേഴ്സിനെ നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. വെക്ടേഴ്സ് വിത്ത് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി. അപ്പോൾ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ, യൂണിറ്റി എന്ന് വെച്ചാൽ 1 ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്ന കോമ്പണന്റ് ഓഫ് എ വെക്ടർ. കോമ്പണന്റ് ഫോം ഓഫ് എ വെക്ടർ. നിങ്ങൾക്കറിയാം 3 ആക്സസ് ഉണ്ടെന്നറിയാം. ഞാനൊന്ന് വരച്ചിവിടെ കാണിക്കാം. 3 ആക്സസ് ഉണ്ട്. അപ്പോൾ ഒന്ന് എക്സ് ആക്സിസ്, ഇത് എക്സ്, ഇത് നമുക്ക് ആക്സസ് അറിയാം, വൈ എന്നറിയാം, ഇതടുത്തറിയാം ഇസഡ് എന്നറിയാം. 3 വെക്ടേഴ്സിൽ ലെറ്റ് I, J, K be the unit vectors along x axis, y axis and z axis. അപ്പോൾ ഇവിടെ നമ്മൾ I വെക്ടർ എന്ന് പറയുന്നു, ഇവിടെ y ആക്സിസിൽ J വെക്ടർ പറയുന്നു, z ആക്സിസിൽ K വെക്ടർ എന്ന് പറയുന്നു. മനസ്സിലായോ? ലെറ്റ് I, J, K be the unit vectors along the x axis, y axis and z axis. ഞാൻ ഒരു പോയിന്റ് സ്പേസിൽ എടുക്കുകയാണ്. ഒരു പോയിന്റ്, ആ പോയിന്റ് എന്ന് പറയുന്നത് x, y, z. ബി എ പോയിന്റ് ഇൻ സ്പേസ്. അത് കഴിഞ്ഞിട്ട് ഒറിജിൻ O എന്ന് പറയുന്ന 2 മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അത് Oയും Pയും കൂടെ ജോയിൻ ചെയ്യാണ്. ദാറ്റ് ഈസ് OP. ദ പൊസിഷൻ വെക്ടർ ഓഫ് OP കണ്ട, Oയും Pയും ആണ്. OP ക്യാൻ യു എക്സ്പ്രസ്, നമുക്ക് എങ്ങനെ എഴുതാം? OP വെക്ടർ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു x ഇൻറ്റു I വെക്ടർ പ്ലസ് y ഇൻറ്റു J വെക്ടർ പ്ലസ് z ഇൻറ്റു K വെക്ടർ എന്ന് എഴുതാം. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് OP വെക്ടർ. ആ വെക്ടറിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയുടെ കോഫിഷ്യന്റ് സ്ക്വയർ, ദാറ്റ് ഈസ് x സ്ക്വയർ, ജെയുടെ കോഫിഷ്യന്റ് സ്ക്വയർ, ദാറ്റ് ഈസ് y സ്ക്വയർ, ദാറ്റ് ഈസ് കെയുടെ കോഫിഷ്യന്റ് സ്ക്വയർ, ദാറ്റ് ഈസ് z സ്ക്വയർ. ഇതാണ് നമ്മളുടെ മോഡുലസ് ഓഫ് OP. അപ്പം 3 ആക്സസിന്റെ കാര്യം പറഞ്ഞു. എക്സ്, വൈ, ഇസഡ് ആക്സിസ് പറഞ്ഞു. പി എന്നൊരു പോയിന്റ് സ്പേസിൽ എടുത്തു, ആ ഓയും പിയും കൂടെ ജോയിൻ ചെയ്തു. അതിനെ പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറയാം, OP. In the position vector of the point P can be expressed by OP vector. This can be written as xi. First coordinate kanda x into I.
രണ്ടാമത് കോർഡിനേറ്റ് എന്തെടുക്കണം? y ഇൻറ്റു ജെ. മൂന്നാമത് കോർഡിനേറ്റ് എന്തെടുക്കണം? z ഇൻറ്റു കെ. അതാണ് നമ്മളുടെ ഒ പി വെക്ടർ, പൊസിഷൻ ഓഫ് ഒ പി വെക്ടർ, പൊസിഷൻ വെക്ടർ ഓഫ് ഒ പി. ഈ ആ വെക്ടറിന്റെ മോഡുലസ് എഴുതാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ്, ദാറ്റ് ഈസ് എന്താണ് വരുന്നു, ഐയുടെ കോഫിഷ്യൻ എന്ത് വരുന്നു അത് സ്ക്വയർ ചെയ്യണം, പ്ലസ് ജെയുടെ കോഫിഷ്യൻസ് എന്ത് വരുന്നു അത് സ്ക്വയർ ചെയ്യണം, ഇസറ്റിന്റെ കോഫിഷ്യൻ എന്ത് വരുന്നു അത് സ്ക്വയർ ചെയ്യണം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഒ പി. ക്ലിയർ ആയല്ലോ? ഇതാണ് കോമ്പണന്റ് ഫോം ഓഫ് എ വെക്ടർ എന്ന് പറയും. ഇറ്റ്സ് എ കോമ്പണന്റ് ഫോം ഓഫ് എ വെക്ടർ. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ ഇഫ് എൽ ഐ, അടുത്ത കണ്ടീഷൻസ് നോക്കി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കാണ്. ഇഫ് എൽ ഐ പ്ലസ് എം ജെ പ്ലസ് എൻ കെ ഈസ് എ യൂണിറ്റ് വെക്ടർ എൽ ഇൻറ്റു ഐ പ്ലസ് എം ഇൻറ്റു ജെ പ്ലസ് എൻ ഇൻറ്റു കെ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മൾ ആ എല്ലും എമ്മും എന്നും നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ് അലോങ് ദ വെക്ടർ. അപ്പം എൽ ഐ, വാട്ട് ഇസ് ദ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ നീ ആരെ കണ്ടുപിടിക്കണം? എൽ കണ്ടുപിടിക്കണം, എം കണ്ടുപിടിക്കണം, എൻ കണ്ടുപിടിക്കണം. എല്ലും എമ്മും കണ്ടുപിടിച്ച് എഴുതുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയും. അതാണ് എലമെന്റ്സ് ഓഫ് ദ ഡയറക്ഷൻ കൊസൈൻസ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് പി ഓഫ് എ കമ ബി കമ സി ഈസ് എ പോയിന്റ് ഓൺ എ സ്പേസ്, then a comma b comma c are called direction ratios. Small a, small b, small c നെ direction ratios എന്ന് പറയും. ആൻഡ് കണ്ട എങ്ങനെ പോയിന്റ് കണ്ടുപിടിച്ച് നോക്ക്. ആ എൽ കണ്ടുപിടിക്കുന്നത് എ ഡിവൈഡഡ് ബൈ, കണ്ട ആ ഫസ്റ്റ് പോയിന്റ് എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, കൊമ ബി, അതാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. ബി ഡിവൈഡഡ് ബൈ എന്ത് പറയാം? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി നമുക്ക് പറയാം സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആർ ദ ഡയറക്ഷൻ കൊസൈൻസ് അലോങ് ദ വെക്ടർ ഒ പി. അപ്പം നിങ്ങൾക്ക് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എലമെന്റ് ആണ്. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്ന് പറയുന്ന ഡയറക്ഷൻ റേഷ്യൂസ് ആണ്. ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം പോയിന്റ് നോക്കണം. എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആ എ ബി സിന് സ്ക്വയർ റൂട്ട് ഇട്ട് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതേപോലെ രണ്ടാമത്തെ എഴുതണം ബി ഡിവൈഡഡ് ബൈ, അടുത്ത സി എഴുതണം. അതാണ് ഡയറക്ഷൻ. ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒരു വെക്ടർ തന്നിട്ട് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡഡ് ബൈ, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഓഫ് ദ ഡയറക്ഷൻ കൊസൈൻസ് അലോങ് ദ വെക്ടർ ഒ പി. ക്ലിയർ ആണല്ലോ? ഇനി അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അഡീഷൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ പറയാം. ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ, അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ എയും ബിയും കണ്ട, ആ എയും ബിയുടെ ഡയറക്ഷൻ കണ്ട, എയിൽ നിന്ന് ബിയിലേക്ക് നോക്കിയാണ്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് നോക്കുക. ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മൾ നോക്കേണ്ടത് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരണം. എയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കണം. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് എ ടു ബി, എ ബി വെക്ടർ, ബി സി വെക്ടർ, അടുത്ത എയിൽ നിന്ന് സിയിലേക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഇതിപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം. എ ബി പ്ലസ് ബി സി പ്ലസ് സി എ, കണ്ട ഓർഡർ സി എ, ഇവിടെ എ സി ആണ്, തിരിച്ചെഴുതി സി എ ഈസ് ഈക്വൽ ടു 0 ഈസ് നോൺ ആസ് ദ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ വാട്ട് ഈസ് ദ ട്രയാങ്കിൾ ലോ? എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു 0 ഈസ് കോൾഡ് ദ ട്രയാങ്കിൾ ലോ ഓഫ് അഡിഷൻ. കണ്ട എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്ഷൻ കണ്ട, ബിയിൽ നിന്ന് സിയിലേക്കാണ്, എന്നിട്ട് തിരിച്ചേ വരുള്ളൂ എയിൽ നിന്ന് സിയിലേക്ക്. ചുരുക്കം പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി നമ്മൾ എഴുതും. ആ എ സിയെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് സി എ ആയിട്ട് മാറ്റും. ഡയറക്ഷൻ മാറിപ്പോയി, ഓപ്പോസിറ്റ് ആയി. അതുകൊണ്ട് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈസ് ഈക്വൽ ടു 0 ഈസ് നോൺ ആസ് ദ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയും. ദാറ്റ് ഇസ് എ ട്രയാങ്കിൾ ലോ ഓഫ്. ഇതാണ് നമ്മൾ അഡിഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് വെക്ടർ കൊടുത്തിട്ടുണ്ട്. എ വെക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A1i പ്ലസ് A2j പ്ലസ് A3k കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വെക്ടേഴ്സും ഉണ്ടായിരിക്കും. ബി വെക്ടർ ഈസ് ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k. അങ്ങനെയാണെങ്കിൽ ഹൗ ടു ആഡ് എ പ്ലസ് ബി, എയും ബിയും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ആ എയും ബിയും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഐയുടെ കോഫിഷ്യൻസും ആദ്യത്തെ രണ്ടാമത്തെ ഐയുടെ കോഫിഷ്യൻസ് രണ്ട് ആഡ് ചെയ്ത് എഴുതുക. A1 പ്ലസ് B1 ഇൻറ്റു ഐ, A2 പ്ലസ് B2 ഇൻറ്റു ജെ,
A3 പ്ലസ് B3 ഇൻറ്റു കെ. ഇതാണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നീ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. A1 മൈനസ് B1 ഇൻറ്റു ഐ, A2 മൈനസ് B2 ഇൻറ്റു ജെ, A3 മൈനസ് B3 ഇൻറ്റു കെ. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പം രണ്ട് വെക്ടർ എ വെക്ടറും ബി വെക്ടറും കൊടുത്താൽ രണ്ടും കൂടെ ആഡ് ചെയ്യാറിയാം. കോഫിഷ്യൻസ് ഐയുടെ കോഫിഷ്യൻസ് ഇല്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ജെയുടെ കോഫിഷ്യൻസ് ആഡ് ചെയ്യുക, കെയുടെ കോഫിഷ്യൻസ് ആഡ് ചെയ്യുക. മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എയുടെ കോഫിഷ്യൻ ബി മൈനസ് A1 മൈനസ് B1, A2 മൈനസ് B2, A3 മൈനസ് B3. ഇതാണ് എ പ്ലസ് ബിയും എ മൈനസ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത് നോക്കാം. ഇതെല്ലാം സിമ്പിളായിട്ടൊന്നും എല്ലാം അറിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാം, എളുപ്പം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കെയിലർ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ എന്ന് പറഞ്ഞാൽ ലാംഡ മ്യൂ ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ സ്കെയിലർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വെക്ടറിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഒരു എ വെക്ടർ എന്ന് പറഞ്ഞാൽ A1i പ്ലസ് A2j പ്ലസ് A3k എന്ന് തന്നിട്ടുണ്ട്. ലെറ്റ് എ വെക്ടർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ എന്ന് പറയുന്ന ലാംഡ എന്ന് വെച്ചോ. ഇനി എങ്ങനെ സാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കെയിലാർ? ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എ വെക്ടർ. ലാംഡ ഇൻറ്റു എ വെക്ടർ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലാർ. വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ, സ്കെയിലാർ എന്ന് ലാംഡ. അപ്പൊ ലാംഡ ഇൻറ്റു എ വെക്ടർ. അപ്പൊ ലാംഡ ഇൻറ്റു എ വെക്ടർ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു A1i പ്ലസ് ലാംഡ ഇൻറ്റു A2j പ്ലസ് ലാംഡ ഇൻറ്റു A3k. ഇതാണ് ലാംഡ ഇൻറ്റു എ വെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കെയിലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു വെക്ടർ തന്നിട്ട് ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ആ സ്കെയിലാർ കൊണ്ട് ആ വെക്ടേഴ്സിനെ എല്ലാം നീ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കെയിലർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത് നോക്കാം. ഇനി വാട്ട് ഈസ് ദ വെക്ടർ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ്? 2 പോയിന്റ്സ് എന്നാൽ എങ്ങനെ ജോയിനിങ്, വെക്ടർ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ്. ഇഫ് P ഓഫ് A1, A2, A3 എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. Q എന്ന് പറയുന്ന B1, B2, B3 എന്നൊരു പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വാട്ട് ഈസ് ദ വെക്ടർ ജോയിനിങ് ഓഫ് P ആൻഡ് Q എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അത് PQ വെക്ടർ ആണ്. നിനക്കറിയാം PQ വെക്ടർ എന്ന് പറഞ്ഞാൽ നിനക്കറിയാം OQ മൈനസ് OP എന്നറിയാം. അപ്പൊ രണ്ടാമത്തെ വെക്ടർ ദാറ്റ് ഈസ് B1 മൈനസ് A1 ഇൻറ്റു ഐ. ഇതുപോലെ രണ്ടാമത്തെ വെക്ടർ B2 മൈനസ് A2 ഇൻറ്റു ജെ, B3 മൈനസ് A3 ഇൻറ്റു കെ. ഇതാണ് വെക്ടർ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ വെക്ടർ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന വെക്ടറിൽ നിന്ന് ഫസ്റ്റ് വെക്ടറിൽ നിന്ന് മൈനസ് ചെയ്യണം. PQ വെക്ടർ P തന്നിട്ടുണ്ട്, A1, A2, A3. ശ്രദ്ധിച്ചോ, Q എന്ന് പറയുന്ന B1, B2, B3. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് PQ വെക്ടർ. PQ വെക്ടർ ഇതാ പറഞ്ഞാൽ B1 മൈനസ് A1 ഇൻറ്റു ഐ, B2 മൈനസ് A2 ഇൻറ്റു ജെ, B3 മൈനസ് A3 ഇൻറ്റു കെ. ദാറ്റ് ഈസ് കോൾഡ് PQ വെക്ടർ. ഇതാണ് വെക്ടർ ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നോക്കി ഇതനുസരിച്ച് പ്രോബ്ലംസ് വരും. പ്രോബ്ലം ടക്ടക്കും ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് ഈ സെക്ഷൻ ഫോർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലായിരിക്കും. എല്ലാത്തും സെക്ഷൻ ഫോർ 2Dയിൽ നിങ്ങൾ പഠിച്ചിരിക്കും. അതേപോലെ ഇവിടെയും സെക്ഷൻ ഫോറിൽ പറയുന്നു എ വെക്ടർ ബി വെക്ടർ ബി ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 2 പോയിന്റ്സ് എ ആൻഡ് ബി. അപ്പോൾ OA വെക്ടർ എന്ന് പറയുന്ന സ്മോൾ എ വെക്ടർ, OB വെക്ടർ എന്ന് പറയുന്ന സ്മോൾ ബി വെക്ടർ. ദെൻ ദ പൊസിഷൻ വെക്ടർ ഓഫ് P which divides AB in the ratio L is to M. In the ratio L is to M ആണ് ഇന്റേണലി എക്സ്റ്റേണലി നോക്കാം. അതെന്താണ് ചെയ്യുന്നു ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇന്റേണലി ആണെങ്കിൽ LB പ്ലസ് MA ഡിവൈഡഡ് ബൈ L പ്ലസ് L ഇൻറ്റു ഫസ്റ്റ് റേഷ്യോ ഇൻറ്റു ബി വെക്ടർ രണ്ടാമത് വെക്ടർ പ്ലസ് M ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ഹോൾ ഡിവൈഡഡ് ബൈ ആ റേഷ്യോ രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഏതാണ്? ഇന്റേണലി ആണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടറിന്റെ അകത്ത് വരുന്നതാണ്. ഇനി പുറത്ത് വരുമ്പോൾ എക്സ്റ്റേണലി ആ നിനക്ക് വരുന്ന പോയിന്റ് പുറത്ത് വരുമ്പോൾ എക്സ്റ്റേണലായിട്ട് ആ പോയിന്റ് വരുമ്പോൾ OP വെക്ടർ ഈസ് ഈക്വൽ ടു L ഇൻറ്റു ബി വെക്ടർ മൈനസ് M ഇൻറ്റു എ വെക്ടർ ബൈ L മൈനസ് M. ഇതാണ് എക്സ്റ്റേണലി LB മൈനസ് MA ബൈ L മൈനസ് M. ഇനി രണ്ട് വെക്ടറിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ രണ്ട് വെക്ടറിനും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 2 വെക്ടേഴ്സ്. അപ്പോൾ ഇന്റേണലി ആണെങ്കിൽ OP വെക്ടർ ഈസ് ഈക്വൽ ടു LB പ്ലസ് MA ഡിവൈഡഡ് ബൈ L പ്ലസ് M. എക്സ്റ്റേണലി ആണെങ്കിൽ LB മൈനസ് MA ബൈ L മൈനസ് M. നമ്മൾ പഠിച്ചിരിക്കും OP വെക്ടർ ഈസ് ഈക്വൽ ടു B വെക്ടർ പ്ലസ് A വെക്ടർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇന്റേണലി, എക്സ്റ്റേണലി ആൻഡ് മിഡ് പോയിന്റ്. ഇനി രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ്, ഒന്ന് OA വെക്ടർ, ഒന്ന് OB വെക്ടർ. രണ്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, OA വെക്ടർ ആൻഡ് OB വെക്ടർ. ഈ OA വെക്ടറിനെ നമ്മൾ A എന്ന് എടുക്കുക. A വെക്ടർ
ഒ ബി വെക്ടറിനെ ബി വെക്ടറായിട്ട് എടുക്കുക. ഈ രണ്ട് വെക്ടറിന്റെയും സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. സോ വാട്ട് ഈസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. എ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് എ ഡോട്ട് ബി എന്ന് ചോദിച്ചാൽ മോഡുലസ് ഓഫ് എ വേണം, മോഡുലസ് ഓഫ് ബി വേണം, കോസ് തീറ്റ. ഇനി എ ഡോട്ട് ബി എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും, ഒരു വാല്യൂ, ഒരു റിയൽ നമ്പറാണ്. ആ എ ഡോട്ട് ബി എന്ന് പറയുന്ന എപ്പോഴും കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇനി എങ്ങനെ സാർ എ ഡോട്ട് ബി കണ്ടുപിടിക്കും? എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് വെക്ടേഴ്സ് വേണം. ഒരു വെക്ടർ എ വെക്ടർ ഈസ് ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k. ബി വെക്ടർ ഈസ് ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് ഇതെല്ലാത്തിലും വെക്ടർ ഉണ്ട്. ദെൻ എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ a1ഉം b1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. a1 b1 പ്ലസ് a2 i ഡോട്ട് i എന്ന് പറയുന്നത് അവിടെ 1 ആയി പോകും. j ഡോട്ട് j എന്ന് പറയുന്നതും എന്താവും? 1 ആവും. a3 b3 k ഡോട്ട് k എന്ന് പറയുന്നത് 1 ആവും. അതുകൊണ്ടാണ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അതാണ് നമ്മളുടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത്. അതാണ് ഒരു റിയൽ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു റിയൽ നമ്പർ കിട്ടും. വട്ട് ഈസ് ഐ ഡോട്ട് ഐ? ഐ ഡോട്ട് ഐ ആയാലും ജെ ഡോട്ട് ജെ ആയാലും കെ ഡോട്ട് കെ ആയാലും ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഒന്നായിരിക്കും. ഐ ഡോട്ട് ഐ ഇസ് ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു കെ ഡോട്ട് കെ വന്നാൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. I dot I is equal to J dot J is equal to K dot K is equal to 1. ഇനി what is the projection of A on B? വളരെ ശ്രദ്ധിച്ചോളൂ. A on B എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും സ്കെയിലാർ എടുക്കും, ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ഡിവൈഡഡ് ബൈ രണ്ടാമത് വെക്ടർ ആര് വരുന്നു അയാളെ മോഡുലസിൻ്റെ താഴെ എഴുതും, മോഡുലസ് ഓഫ് ബി വെക്ടർ. ഇനി പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് ചോദിച്ചാൽ അവിടെ എ ഡോട്ട് ബി എന്ന് എഴുതിയാൽ മതി. ബി ഡോട്ട് എയും എ ഡോട്ട് ബി സെയിം തന്നെ. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി വെക്ടർ. അപ്പോൾ ആദ്യം എ ഓൺ ബി എന്ന് ചോദിച്ചാൽ എ ഡോട്ട് ബി, രണ്ടാമത് ആര് വരുന്നു? ഡിവൈഡഡ് ബൈ മോഡുലസ് കൊടുത്തു. ബി ഓൺ എ വരുമ്പം എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് രണ്ടാമത് വരുന്നത് ഡിവൈഡഡ് ബൈ ആയിട്ട്. ഓക്കെ ആയല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കേണ്ട. ഈസിയായിട്ട് നമുക്ക് വെക്ടർ നമുക്ക് സ്കോർ ചെയ്ത് പോവാം, ഒരു പ്രയാസമില്ല. ഇനി രണ്ട് വെക്ടേഴ്സിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ വെക്ടർ ബി വെക്ടർ ചോദിച്ചാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. അപ്പം വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയും. രണ്ട് വെക്ടർ തന്നിട്ട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഇയാൾ യൂസ് ചെയ്യാണ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആ തന്നിട്ടുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് സെക്കൻഡ് വെക്ടർ. മോഡുലസ് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞു എന്താണ്. ഇനി രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇഫ് ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ എന്നൊരു കണ്ടീഷൻ തന്നാൽ നീ എന്ത് ചെയ്യണം? ആ രണ്ട് വെക്ടറിൻ്റെ സ്കെയിലർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസർ 0 കിട്ടുകയാണെങ്കിൽ നീ പറയണം ദ ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. ഇഫ് ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ കണ്ടീഷൻ ഈസ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരു കോൺസ്റ്റന്റ് തന്നിരിക്കും, കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പം നീ എ ഡോട്ട് ബി ഇസ് 0 ആയിട്ട് കണ്ടുപിടിച്ച് അതിന് സിംപ്ലിഫൈ കെ എന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ഇസ് ഈക്വൽ ടു 0. ഇനി രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് വെച്ചോ, ദാറ്റ് ഈസ് a1 ബൈ b1 a1 ബൈ b a1 രണ്ട് b1 ഇസ് ഈക്വൽ ടു a2 ബൈ b2 ഈക്വൽ ടു a3 ബൈ b3 ഇസ് ഈക്വൽ ടു 0. അപ്പം a വെക്ടർ ഈസ് പാരലൽ ടു b വെക്ടർ ആണെങ്കിൽ a1 ബൈ a2 ഇസ് b1 ബൈ b2 ഈക്വൽ ടു a3 ബൈ b3 ഈക്വൽ ടു 0. ഇനി രണ്ട് വെക്ടർ a ഡോട്ട് a പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a ഡോട്ട് a ചോദിച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ ആൻഡ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട്. അപ്പോൾ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ സ്ക്വയർ, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും ഈക്വൽ ആണ്. സ്കെയിലർ പ്രോഡക്റ്റ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. വളരെ
ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. ഇനി A dot B plus C. What is A dot B plus C? A dot B plus can be written as A dot B plus A dot C എന്ന് എഴുതാം. A dot B plus A dot C എന്ന് എഴുതാം. ഇനി ഒരു ലാംഡ ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എ വെക്ടർ ഡോട്ട് ബി വെക്ടർ, എ ഡോട്ട് ലാംഡ ഇൻറ്റു ബി. അതിൽ ലാംഡ വരുമ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യാം. കണ്ട, ലാംഡ ഇൻറ്റു എ, അകത്തുള്ള എയും കൂടെ ചേർത്ത് ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ, പുറത്തിട്ട് ലാംഡ ഇൻറ്റു ബി. അങ്ങനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. ഇനി എ വെക്ടർ പ്ലസ് ബി വെക്ടർ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എ വെക്ടർ മൈനസ് ബി വെക്ടർ ദ ഹോൾ സ്ക്വയർ. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഹോൾ സ്ക്വയർ ചോദിച്ചാൽ മോഡുലസ് ഓഫ് എ സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ എന്ന് എഴുതാം. അല്ലെ എ മൈനസ് ബി ഒരു മോഡുലസ് ഓഫ് എ സ്ക്വയർ എഴുതാം, മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ എഴുതാം. അതാണ് അതിൽ മിക്കവാറും മനസ്സിലാക്കേണ്ട ഒന്ന്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എ പ്ലസ് ബി, എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഇൻറ്റു എ വെക്ടർ മൈനസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ. അപ്പോൾ എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഇൻറ്റു എ വെക്ടർ മൈനസ് ബി വെക്ടർ ആണെങ്കിൽ മോഡുലസ് ഓഫ് എ സ്ക്വയർ മൈനസ് നമ്മൾ പഠിച്ചിട്ടില്ല എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ സ്ക്വയർ. അടുത്തത് എ ഡോട്ട് ബി, ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ബി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി. എ ക്രോസ് ബി നമുക്ക് ചെയ്യുമ്പം ഇത് വരുമ്പോൾ ഒരു പെർപെൻഡിക്കുലർ വെക്ടർ, ഒരു യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് വരും. ആണ് എൻ ക്യാപ്പ് നമ്മൾ പറയും. What is meaning of n cap? N cap is the unit vector perpendicular to both a vector and b vector എന്ന് പറയും. ആണ് n cap എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഒരു ക്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എ വെക്ടറായി ബി വെക്ടറായി ഇതിടെയുള്ള ആംഗിളാണ്. ദാറ്റ് ഇസ് കോൾഡ് ദ ക്രോസ് പ്രോഡക്റ്റ് അല്ലെ വെക്ടർ പ്രോഡക്റ്റ് നമുക്ക് പറയും. അപ്പോൾ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഒരു എൻ ക്യാപ്പ് കൂടെ അവിടെ ഉണ്ട്. അതൊരു യൂണിറ്റ് വെക്ടറാണ്. But theta എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എൻ ക്യാപ്പ് ഈസ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അപ്പോൾ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈസ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു അവിടെ തന്നിട്ടുള്ള ബോത്ത് എ വെക്ടർ ആൻഡ് ബി വെക്ടർ. എൻ ക്യാപ്പ് ഈസ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എ ക്രോസ് ബി വരുമ്പം മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു എന്തുവാണ് ഇൻറ്റു സൈൻ തീറ്റ. മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഒരു എൻ ക്യാപ്പ് ഉണ്ട്. ആ എൻ ക്യാപ്പ് ഒന്നും കഴിയില്ല. ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മളുടെ എ ക്രോസ് ബി. ഇനി കുറെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ ജോമെട്രിക്കൽ മീനിങ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ്. ജോമെട്രിക്കൽ മീനിങ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ക്രോസ് ബി ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ആ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആണ്. ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അതാണ് എ ക്രോസ് ബി. വാട്ട് ഈസ് എ ക്രോസ് ബി? എ ക്രോസ് ബി ഈസ് എ യൂണിറ്റ് വെക്ടർ. A cross B is a unit vector perpendicular to both A and B. A cross B. ഇനി അതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ we get one result, important result. Area of a parallelogram. Area of a parallelogram with adjacent sides A vector and B vector. അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി നീ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഏരിയ ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് തന്നിട്ട് ഒരു സൈഡിന് എ എന്നും ഒരു സൈഡിന് ബിയും തന്നിട്ട് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ചോദിച്ചാൽ ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഇനി ആ മോഡുലസ് ഓഫ് എ ക്രോസ് ബിയുടെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ആണ്. അതിൽ വരുന്നത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഹാഫ് എടുക്കണം. Half into modulus of A cross B gives the area of triangle with adjacent sides A vector and B vector. Adjacent sides. Okay, Anna. Now, area of a parallelogram. What is the formula to find out the area of a parallelogram?
area of a parallelogram is equal to modulus of A cross B. What is the formula to find out the area of a triangle? Half into modulus of A cross B. Okay. And we are adjacent side നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇനി രണ്ട് വെക്ടർ തന്നിട്ട് ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ക്രോസ് ബി. എ ക്രോസ് ബി നമ്മൾ ചെയ്യേണ്ട ഡിറ്റർമിനൻസ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡിറ്റർമിനൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അറിയാം നിങ്ങൾക്ക്. ഇഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു A1i പ്ലസ് A2j പ്ലസ് A3k, B vector is equal to B1i plus B2j plus B3k, then how to find out A cross B? A cross B is equal to determinant. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിറ്റർമിനന്റ് ഓഫ് IJK A1 A2 A3 B1 B2 B3 അല്ലെ ഡിറ്റർമിനന്റ് എടുക്കണം. ആ ഡിറ്റർമിനന്റ് ആൻസർ ആണ് ക്രോസ് ബി. അപ്പൊ A cross B is equal to determinant I vector J vector K vector A1 A2 A3 അതിന്റെ കോഫിഷ്യൻസ് നോക്കി എഴുതണം. രണ്ടാമത് വെക്ടറിന്റെ കോഫിഷ്യൻ B1 B2 B3 എഴുതണം. അത് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നതാണ് A cross B. ഓക്കെ ആണോ? ഇനി ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമുക്ക് കോസ് തീറ്റയിലും കണ്ടുപിടിക്കാം, സൈൻ തീറ്റ. സൈൻ തീറ്റ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? ക്രോസ് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു A cross B ഡിവൈഡ് ബൈ മോഡുലസ് A cross B ഡിവൈഡ് ബൈ modulus of A into modulus of B. Okay, that is the angle between A vector and B vector. Angle between A vector that is equal to modulus of A cross B divided by modulus of A into modulus. ഒരേ റിസൾട്ട് നമ്മൾ പഠിച്ചു. ഇത്രയും റിസൾട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. ഇനി അടുത്തത്, what is the unit vector perpendicular to A vector and B vector? So how to find out the unit vector perpendicular to A vector? രണ്ട് വെക്ടർ തന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ the formula is A cross B divided by modulus of A cross B. A cross B യെ modulus of A cross B കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു A vector and B vector. If A vector B vector പാരലൽ, നമ്മളവിടെ സ്കെയിലാറിൽ പറഞ്ഞ പോലെ നിങ്ങൾ വെക്ടർ പ്രോഡക്റ്റ് വെച്ച് ചെയ്യാം. രണ്ട് വെക്ടർ പാരലൽ ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ആൻസർ 0. നമ്മൾ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ് A.B 0 എന്ന് പറഞ്ഞില്ലേ, അതേപോലെ രണ്ട് വെക്ടർ പാരലൽ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ ക്രോസ് എടുത്താൽ അതിന്റെ ആൻസർ 0 ആയിരിക്കും. ഇനി ഒരിക്കലും A ക്രോസ് ബിയും B ക്രോസ് എയും സമമാണ്. അപ്പൊ A ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് B ക്രോസ് എ എന്നേ പറയാൻ പറ്റും. അപ്പൊ A ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു B ക്രോസ് എ. എപ്പോൾ ഈക്വൽ ആയിരിക്കും? A ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് B ക്രോസ് എ എന്ന് പറയും. ഇനി A ക്രോസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ A ക്രോസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു A ക്രോസ് ബി പ്ലസ് A ക്രോസ് സി എന്ന് പറയും. ഇനി ഒരു സ്കെയിലാർ കൊണ്ട് A ക്രോസ് ബി മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ A വെക്ടർ ഇൻറ്റു B വെക്ടർ A വെക്ടർ ക്രോസ് ലാംഡ ഇൻറ്റു B വെക്ടർ. ഇനി രണ്ട് വെക്ടറിന്റെ ക്രോസ് എടുത്താൽ 0. നമ്മളവിടെ A.A എടുത്തപ്പോൾ മോഡുലസ് ഓഫ് A സ്ക്വയർ എന്ന് പറഞ്ഞു. അതേ ഇതിനെ ക്രോസ് എടുത്താൽ എൻ്റെ ആൻസർ 0. That is A cross A is equal to 0. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് I ക്രോസ് I ഡോട്ട് I J ഡോട്ട് J K ഡോട്ട് K 1 എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം ക്രോസ് എടുത്താൽ 0 ആണ്. I ക്രോസ് I 0, J ക്രോസ് J 0, K ക്രോസ് A 0. ഇനി I ക്രോസ് J, I കഴിഞ്ഞ് J വരും, J കഴിഞ്ഞ് K വരും. ഒരു ക്ലോക്ക് വൈസ് ആണെന്ന് നോക്കിക്കോ. ആ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇപ്പം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ I പറയുന്നു, ഇവിടെ J പറയുന്നു, ഇവിടെ നമ്മൾ K പറയുന്നു. അപ്പൊ ഐയും ജെയും കെയും ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയ ഒരു ക്ലോക്ക് വൈസ് ആണോ നോക്ക്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ I ക്രോസ് J കണ്ട. ഇനി J ക്രോസ് K, അടുത്ത K ക്രോസ് I. ഇത്രയും ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് വരുമ്പോൾ എല്ലാം അത് പോസിറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. നോക്ക്, I ക്രോസ് J കഴിഞ്ഞാൽ I ക്രോസ് J എന്ന് പറഞ്ഞാൽ K ആണ്. ഇനി J ക്രോസ് K എന്ന് പറഞ്ഞാൽ I ആണ്. ഇനി K ക്രോസ് I എന്ന് പറഞ്ഞാൽ J ആണ്. കണ്ട, ഇതൊരു ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഐനെയും ജെയിനെയും ക്രോസ് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് K ആണ്. ഇനി ജെയിനെയും കെയിനെയും ക്രോസ് ചെയ്താൽ കിട്ടുന്നത് I ആണ്. ഇനി കെയിനെയും ഐനെയും ക്രോസ് ചെയ്താൽ കിട്ടുന്നത് J ആണ്. ഓക്കെ ആണോ? ഇനി തിരിച്ചാണ് സംഭവിച്ചതെന്ന് വെച്ചോ.
തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്, ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ്. തിരിച്ചാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ജെ ക്രോസ് ഐ, കണ്ട തിരിച്ചാണ് ആന്റി ക്ലോക്ക് വൈസ്. ജെ ക്രോസ് ഐ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു നെഗറ്റീവ് കൂടെ ചേർത്ത് എഴുതണം, മൈനസ് കെ. ഇനി ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ട മൈനസ് ജെ ആണ്. ഇനി കെ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. കണ്ട, ഇത് ജസ്റ്റ് ഒരു ഫിഗർ ഇട്ട് നിങ്ങൾ കറക്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ കണ്ടില്ല അവിടെ ക്ലോക്ക് വരുമ്പോൾ പോസിറ്റീവ് ഐ ക്രോസ് ജെ, തൊട്ടടുത്തുള്ള കെ എഴുതിയ കെ ക്രോസ് ഐ ഇസ് ജെ, ജെ ക്രോസ് കെ ദാറ്റ് ഈസ് ഐ. ഇനി ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചോ, ജെ ക്രോസ് ഐ ദാറ്റ് ഈസ് ഓക്കെ മൈനസ് കെ. അതേപോലെ തന്നെ കെ ക്രോസ് ജെ ദാറ്റ് ഈസ് മൈനസ് ഐ. അങ്ങനെ ജെ ക്രോസ് ഐ ദാറ്റ് ഈസ് ജെ ക്രോസ് ഐ ദാറ്റ് ഈസ് മൈനസ് കെ. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലം എല്ലാം പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ക്ലാസ് ചെയ്തത്. ഈസി ആയിട്ട് എഴുതാം. ഒരു ക്വസ്റ്റ്യന് 1-2 പാർട്ടുണ്ട്, പാർട്ട് വെച്ച് എഴുതാം. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടേഴ്സ് 3i - 2j + 5k. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ്. ആ ഡയറക്ഷൻ കൊസൈൻസിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്? L എന്നും M എന്നും N എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് നമുക്ക് L എഴുതാം. അപ്പൊ L ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഈ 3 എഴുതാം അല്ലേ? ഡിവൈഡഡ് ബൈ, ഓർമ്മയുണ്ടോ? ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആരെഴുതണം? ഐയുടെ കോഫിഷ്യന്റ് സ്ക്വയർ ദാറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഇതാണ് നമ്മളുടെ L, which is equal to എന്ത് വരും? 3 divided by root of എന്ത് വരും? 9 പ്ലസ് 4 പ്ലസ് 25. 25 4 29 9 38. അപ്പോൾ 3 divided by root of 38. ഇതാണ്. ക്ലിയർ ആണോ? എന്തെളുപ്പം എഴുതി നോക്കാം. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് M എഴുതാം അല്ലേ? അപ്പം M ഈസ് ഈക്വൽ ടു, അതേപോലെ നമുക്ക് M എഴുതാം. M ഈസ് ഈക്വൽ ടു എന്തെഴുതാം? -2. കണ്ട, -2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആരാ? അതേ ഇത് തന്നെ വരും, 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ആൻസർ എന്തുവാ? വിച്ച് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 38. ഇനി അതേപോലെ L M N എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു N. എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു N ഈസ് ഈക്വൽ ടു എന്ത് പറയാം? 5 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തുവാ? ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 38. സോ വാട്ട് ആർ ദ ഡയറക്ഷൻ കോസൈൻസ്? ഡയറക്ഷൻ കോസൈൻസ് ചോദിച്ചാൽ L ഈസ് ഈക്വൽ ടു 3/√38, M ഈസ് ഈക്വൽ ടു -2/√38, N ഈസ് ഈക്വൽ ടു 5/√. ഇതിനെയാണ് നമ്മൾ ഡയറക്ഷൻ കോസൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോടെ? ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഡയറക്ഷൻ കോസൈൻസിലെ LMN എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ വെക്ടർ ഐയുടെ വെക്ടർ എഴുതി വെച്ചിട്ട് അതിൻ്റെ റൂട്ട് ഓഫ് ഐ ജെ കെയുടെ കോഫിഷ്യൻസിനെ റൂട്ട് എടുത്ത് സ്ക്വയർ ചെയ്ത് എഴുതുക. അതേപോലെ M എഴുതുമ്പോൾ ജെയുടെ കോഫിഷ്യൻ -2 ഡിവൈഡ് സൈനോട് എഴുതിക്കൊള്ളണം. അതേപോലെ N എഴുതുമ്പോൾ 5. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ദ വെക്ടർ എന്ന് പറയും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, കൺസിഡർ എ വെക്ടർ ഈസ് ഈക്വൽ ടു 2i + j + k ആൻഡ് b വെക്ടർ ഈസ് ഈക്വൽ ടു i + j + k. ഫൈൻഡ് across b ആണ്. ഫൈൻഡ് across b ആണ് ആദ്യ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, across b എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? a വെക്ടർ ക്രോസ് b വെക്ടർ അല്ലേ? which is equal to എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ്. ഓർമ്മയുണ്ട? I വെക്ടർ
ജെ വെക്ടർ കെ വെക്ടർ വേണ്ട. ഇനി ഐയുടെ ഫസ്റ്റ് വെക്ടറിന്റെ ഐയുടെ കോഫിഷ്യൻസ് പറയൂ. ദാറ്റ് ഈസ് 2, ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് 1. ഇനി രണ്ടാമത്തെ വെക്ടർ പറയൂ. 1, 1. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഡിറ്റർമിൻ എല്ലാവർക്കും എക്സ്പാൻഡ് ചെയ്യാം. ഡിറ്റർമിനൻസ് എല്ലാം ഇവിടെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് എല്ലാം അറിയാം. 1 മൈനസ് 1 ഐ ഇൻറ്റു 1 മൈനസ് 1. അടുത്ത ആരാ? മൈനസ് ജെ വെക്ടർ ഇൻറ്റു 2 മൈനസ് 1. അടുത്ത പ്ലസ് കെ വെക്ടർ ഇൻറ്റു എന്താ? ദാറ്റ് ഈസ് 2 മൈനസ് 1 അല്ലേ? മൈനസ് ജെ 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തെ നമുക്ക് കളയാം. ദാറ്റ് ഈസ് 0 ഇൻറ്റു ഐ വെക്ടർ. അടുത്ത 2 മൈനസ് 1 ആയി. ദാറ്റ് ഈസ് മൈനസ് ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വെക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് ജെ വെക്ടറും പ്ലസ് കെ വെക്ടറും എന്ന് പറയാം. ഓക്കെയോ? ഇതാണ് നമ്മളുടെ എ ക്രോസ് ബി. ക്ലിയർ ആയോ? ഇനി അവന്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ വെക്ടർ ആൻഡ് ബി വെക്ടർ. ഞാൻ നേരത്തെ ക്ലാസ് പറഞ്ഞു തന്നു. വാട്ട് ഈസ് ദ ഫോർമുല ബി കണ്ടുപിടിക്കാൻ? വാട്ട് ഈസ് ദ യൂണിറ്റ് വെക്ടറിന്റെ ഫോർമുല? എൻ ക്യാപ് വേണമെങ്കിൽ കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഫോർമുല എ ക്രോസ് ബി. ഓർമ്മയുണ്ടോ? എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. മോഡുലസ് ഓഫ് എ ക്രോസ് ബി കൂടെ വേണം. അപ്പൊ നമ്മള് ഇവിടെ കൂടെ തന്നെ നമുക്ക് മോഡുലസ് ഓഫ് എ ക്രോസ് ബി കൂടെ കണ്ടുപിടിക്കാം. സോ മോഡുലസ് ഓഫ് എ ക്രോസ് ബി കൂടെ നമുക്ക് ഇവിടെ ചെയ്തു വയ്ക്കാം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് ആദ്യം ഇവിടെ 0 സ്ക്വയർ ഐ ഇല്ല. ജെയുടെ കോഫിഷ്യൻ -1 സ്ക്വയർ പ്ലസ് കെയുടെ സ്ക്വയർ 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? എൻ ക്യാപ് ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി എന്തുവാ? മൈനസ് ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്തുവാ? റൂട്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈനസ് ജെ വെക്ടർ ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് എഴുതാം. പ്ലസ് കെ വെക്ടർ ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ? ഇതാണ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ യൂണിറ്റ് വെക്ടർ ജസ്റ്റ് ഒരു ഫോർമുല പഠിക്കുക. എ ക്രോസ് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ആ എ ക്രോസ് ബി ഡിറ്റർമിനന്റ് മെത്തേഡിൽ ഐ ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു 2 മൈനസ് 1. കറക്റ്റ് എക്സ്പാൻഡ് ഐ ഞാൻ കളഞ്ഞേക്ക്. 0 ഇൻറ്റു ഐ അല്ലേ? വേണ്ട. അടുത്ത മൈനസ് 0 ഇൻറ്റു ഐ എന്ന് തെറ്റൊന്നുമില്ല. 0 ഇൻറ്റു ഐ മൈനസ് ജെ പ്ലസ് കെ എന്നതിൽ തെറ്റൊന്നുമില്ല. എൻ്റെ നമുക്ക് ആ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആര് വേണം? മോഡുലസ് ഓഫ് എ ക്രോസ് ബി വേണം. അതിന് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഇവിടെ തന്നെ കണ്ടുപിടിച്ചോ. 0 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് റൂട്ട് 2. എ ക്രോസ് ബി ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ ആണോ? ആൻഡ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു 2i പ്ലസ് ജെ പ്ലസ് 3k, ബി വെക്ടർ ഈസ് ഈക്വൽ 8i പ്ലസ് 4j പ്ലസ് 12k. ആ വെക്ടറിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ? എ വെക്ടർ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j. ബി വെക്ടറിന് ഇവിടെ 2 4 ഇൻറ്റു 2, ഇവിടെ 4, ഇവിടെ 4 ഇൻറ്റു 3 12. അപ്പോൾ എ ക്രോസ് ബി എന്ത് കിട്ടും നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് എ ക്രോസ് ബി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ? അപ്പൊ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. എ വെക്ടർ ക്രോസ് ബി വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് ഐ വെക്ടർ ജെ വെക്ടർ കെ വെക്ടർ. പൈ എന്തുവാ? ദാറ്റ് ഈസ് 2. അടുത്ത ജെയുടെ കോഷൻ 1, കെ വന്ന് 3, അവിടെ വന്ന് 8, ഇവിടെ ഒന്ന് 4, ഇവിടെ ഒന്ന് 12. ഓക്കെ ആണോ? ഇതാണ് നമുക്ക് കൊടുക്കുന്നത് അല്ലേ? നമുക്കിവിടെ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഐ വെക്ടർ ഇൻറ്റു 12 മൈനസ് 12. അടുത്ത മൈനസ് ജെ ഇൻറ്റു എന്ന് പറയുമ്പം 24 മൈനസ് 24 പ്ലസ് കെ വെക്ടർ ഇൻറ്റു ദാറ്റ് ഈസ് 8 മൈനസ് 8. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്തുവാ? 0 ഇൻറ്റു ഐ വെക്ടർ മൈനസ് 0 ഇൻറ്റു ജെ വെക്ടർ പ്ലസ് 0 ഇൻറ്റു കെ വെക്ടർ. മൊത്തം ടോട്ടലായിട്ട് പറഞ്ഞാൽ
is equal to a cross b എന്ന് പറയുന്ന 0. a cross b കിട്ടിയ ആൻസർ which is equal to 0. That is 0 into I plus 0 minus 0 into j plus 0 into k. That is the answer. ഇതാണ് നമ്മളുടെ a cross b എന്ന് പറയുന്നത്. അല്ല 0 into I plus 0 into j നമ്മൾ എഴുതിയാൽ മതി. 0 into I minus 0 into j plus 0. അപ്പോൾ മൊത്തം നമുക്ക് എന്തായി കിട്ടി? 0 വെക്ടർ കിട്ടി. ഇതാണ് നമ്മളുടെ a cross b. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. We'll go to that next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വെക്ടറിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്തു. Find the area of a parallelogram whose adjacent sides are given by the vectors. A vector is equal to 3i plus j plus 4k. B vector is equal to I minus j plus k. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നു ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. സോ വാട്ട് ഈസ് ദ ഫോർമുല? വാട്ട് ഈസ് ദ ഫോർമുല? ദാറ്റ് ഈസ് ഏരിയ ഓഫ് എ parallelogram. Area of a parallelogram is equal to, what is the formula? Modulus of a vector cross b vector. For modulus of a cross b, നിങ്ങൾക്ക് a cross b കണ്ടുപിടിക്കാൻ അറിയാം. കണ്ടുപിടിച്ചിട്ട് അതിന്റെ മോഡുലസ് എന്താണ് വരുന്നു, അതായിരിക്കും അതിന്റെ ഏരിയ. ഓക്കെ ആണോ? നമുക്ക് ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കാം. നല്ല പ്രാക്ടീസ് ആയി നിങ്ങൾക്ക് ഇപ്പം. അപ്പൊ എ വെക്ടർ ക്രോസ് ബി വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ വെക്ടർ ജെ വെക്ടർ കെ വെക്ടർ. ഓക്കെ ആണോ? ഇനി ഇവിടെ ഐ എത്ര നോക്ക്. ദാറ്റ് ഈസ് 3 1 4. ഇവിടെ 1 മൈനസ് 1 1. നല്ലതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. ഐ വെക്ടർ ഇൻറ്റു 1 പ്ലസ് 4. ഓക്കെ. മൈനസ് ജെ വെക്ടർ ഇൻറ്റു 3 മൈനസ് 4. ഓക്കെ ആണോ? പ്ലസ് കെ വെക്ടർ ഇൻറ്റു മൈനസ് 3 മൈനസ് 1. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഐ വെക്ടർ. അവിടെ 3 മൈനസ് 4 മൈനസ് 1 ആ പ്ലസ് കൂടെ ചേരുമ്പോൾ ദാറ്റ് ഈസ് മൈനസ് കൂടെ ചേരുമ്പോൾ ജെ വെക്ടർ, പിന്നെ മൈനസ് 4k. ഓക്കെ ആണോ? ഇതാണ് നമ്മളുടെ ക്രോസ് ബി. ഇനി സാർ ഇതിന്റെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കണം, എന്നാലേ നമ്മളുടെ ഏരിയ ഓഫ് എ പാരലോഗ്രാം വരുള്ളൂ. അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 5i പ്ലസ് ജെ മൈനസ് 4k ആണ്. ഓക്കെ ആണോ? മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ്, എല്ലാവർക്കും അറിയാം, 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു 25. ഓക്കെ ആണോ? 25 പ്ലസ് 1 പ്ലസ് 16. അപ്പൊ 16 അല്ലേ? 16. അപ്പൊ 16 വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എത്ര കിട്ടി? 27 25 അല്ലേ? 25 1 26 26 16 6 12 that is equal to 42. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 42. അപ്പോൾ ഏരിയ ഓഫ് എ പാരലോഗ്രാം which is equal to root 42 is the answer. Clear ആയല്ലോ? What is the formula to calculate the area of a parallelogram? Modulus of a cross b. a cross b കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് മെത്തേഡിൽ a cross b ചെയ്യുക. വളരെ കെയർഫുള്ളായി ചെയ്യുക. ഒന്ന് that is I into 1 plus 4 minus j into 3 minus 4. Okay. Plus 3 into minus 3 minus 1. അപ്പോൾ 4 plus 1 ആയി. 3 minus 4 മൈനസ്, പുറത്തൊരു മൈനസ് ആവും. minus 3 minus 1 that is minus 4. ഇതിന്റെ മോഡുലസ് എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 25 1 60. അപ്പോൾ 25 plus 1 that is 26. 16 12 42 is equal to root 42 is the answer. Okay ആണോ? We will go to the next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞു പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 വെക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. 1 വെക്ടർ ഓൺ ദ വെക്ടർ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആ പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടി
നമുക്ക് ആദ്യം ഈ വെക്ടറിന്റെ പേര് നമുക്ക് കൊടുക്കാം. ആ വെക്ടറിന്റെ പേര് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് പ്രൊജക്ഷൻ പറയുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു പേര് ഞാൻ കൊടുക്കുകയാണ്. ലെറ്റ് ഫസ്റ്റ് വെക്ടറിന് എ വെക്ടർ എന്നൊരു പേര് കൊടുക്കുക. എ വെക്ടർ എന്തുവാ? I പ്ലസ് 3j പ്ലസ് 7. ഓക്കെ ആണല്ലോ, 7k. രണ്ടാമത് വെക്ടറിന് ബി വെക്ടർ എന്ന് കൊടുക്കുക. ലെറ്റ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു 7i മൈനസ് j പ്ലസ് 8k. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ്? നമുക്ക് എഴുതാം പ്രൊജക്ഷൻ ഓഫ് എന്ത് പറയാം? ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർമുല എന്തുവാ? എ വെക്ടർ ഡോട്ട് ബി വെക്ടർ ഡിവൈഡ് ബൈ ആരാണ് രണ്ടാമത് വരുന്നോ അതിന്റെ മോഡുലസ് ഓഫ് ബി വെക്ടർ. അപ്പൊ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കും? എ ഡോട്ട് ബി കണ്ടുപിടിക്കും. എ ഡോട്ട് ബി എങ്ങനെ കണ്ടുപിടിക്കാം? വിച്ച് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 3j പ്ലസ് 7k. ഓക്കെ, ഡോട്ട് രണ്ടാമത് 7i മൈനസ് j പ്ലസ് 8k. ഈ രണ്ടിന്റെയും ഡോട്ട് കണ്ടുപിടിക്കുക. എന്തുവരും? ഐ ഡോട്ട് ഐ 1 ആവും, ദാറ്റ് ഈസ് 7. ഇനി 3യും jയും കൂടെ ചേരുമ്പോൾ മൈനസ് 3 ആണ്. പ്ലസ് 8 into 7 56 ആയി. ഓക്കെ ആണോടെ? അപ്പൊ 7 3 പോയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 56 അല്ലേ? 56 4. ഇതാണ് നമ്മളുടെ എ. ഇനി വാട്ട് ഈസ് മോഡുലസ് ഓഫ് ബി വെക്ടർ? മോഡുലസ് ഓഫ് ബി വെക്ടർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 7i മൈനസ് j പ്ലസ് 8k. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് പറയൂ 7 സ്ക്വയർ പ്ലസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 49 അല്ലേ? 7 സ്ക്വയർ 49 പ്ലസ് 1 50 പ്ലസ് 64. 50 നമുക്ക് എന്ത് കിട്ടി? ഒരു 64. ദാറ്റ് ഈസ് 4 6 5 10 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 114. ഓക്കെ ആണോ? വാട്ട് ഈസ് ദ സോ ഫൈനൽ വാട്ട് ഈസ് ദ പ്രൊജക്ഷൻ? Therefore the projection, that is the projection of a vector on b vector. A vector on b vector is equal to a dot b എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി എന്ത് കിട്ടി? റൂട്ട് ഓഫ് 114. എവിടെയെങ്കിലും ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, എഴുതുക. ദാറ്റ് ഈസ് നിങ്ങളത് കാൽക്കുലേറ്റ് നോക്കുക. ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ റൂട്ട് 40. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് എ എന്ന് പേര് കൊടുക്കുക, ഓൺ ദ വെക്ടറിന് ബി എന്നും കൊടുക്കുക. ഫോർമുല എ ഡോട്ട് ബി. എ ഡോട്ട് ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. 1 into 7 അടുത്ത മൈനസ് 3 into 1 that is 7 into 8 that is equal to 7 that is minus 3 plus 56. 7 4 that is 60. The modulus of b vector നിങ്ങൾക്ക് അറിയാം. That is square root of 7 square plus minus 1 square plus 8 square. 49 plus 1 plus 64 is equal to root of the projection of a and b is equal to 60 divided by root 40. Clear ആണല്ലോ? Then we'll go to the next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതെല്ലാം നിങ്ങൾ ചെയ്തതാണ്. ഇനി നല്ല കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ perpendicular to the vectors if a vector is equal to 2i plus j plus 3k, b vector is equal to 3i plus 5j minus 2k. What is the unit vector? What is the unit vector? N cap is equal to a cross b divided by modulus of a cross b. ചെയ്തുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. What is a cross b? A cross b എങ്ങനെ ചെയ്യാം? A cross b is equal to determinant പറയും i j k. അടുത്തത് 2 1 3. അടുത്ത 3 5 മൈനസ് 2. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. i ഇൻറ്റു മൈനസ് 2 മൈനസ് 15 മൈനസ് j ഇൻറ്റു മൈനസ് 4 മൈനസ് 9. ഓക്കെ ആണല്ലോ? അടുത്ത് മൈനസ് 9. അടുത്ത് പ്ലസ് കെ ഇൻറ്റു നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം 10 മൈനസ്
that is equal to minus 17 into I മൈനസ് മൈനസും പ്ലസ് ആവും 13 ജെ ആവും അല്ലേ 13 അടുത്തത് പ്ലസ് 7k ആവും അല്ലേ 7k ഇതാണ് നമ്മളുടെ എ ക്രോസ് ബി ഇതിന്റെ മോഡുലസ് നമുക്ക് വേണം മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 17 ദ ഹോൾ സ്ക്വയർ പ്ലസ് 13 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് എന്തുവാ പ്ലസ് 7 സ്ക്വയർ അല്ലേ പ്ലസ് 7 സ്ക്വയർ which is equal to root of 17 എന്ത് വരും 17 7 7 49 4 that is equal to ഇവിടെ 4 വരും 7 3 11 11 അല്ലേ ഒരു 7 1 അല്ലേ 9 8 280 അപ്പോൾ which is equal to 289 ഡൗട്ട് ചെയ്ത് നോക്ക് അടുത്ത 13 നിങ്ങൾക്ക് അറിയാം 13 ആവുമ്പോൾ 9 3 3 1 ഓക്കെ 169 അപ്പോൾ പ്ലസ് 169 പ്ലസ് 49 ഓക്കെ ആണോ അപ്പോൾ 289 പ്ലസ് 169 പ്ലസ് 49 അപ്പോൾ 9 27 2 10 8 12 20 2 2 4 5 which is equal to 507 പിന്നെ ആൻസർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 500 കാൽക്കുലേഷൻസ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോ therefore n cap is equal to n cap എന്തുവാ minus 17 into I plus 13 into j plus 7k അല്ലേ the whole divided by root of 507 ഇതാണ് നമ്മളുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു a ഓക്കെ ആണല്ലോ that is modulus of a cross b that is n cap is equal to a cross b divided by modulus of a cross b clear ആണല്ലോ ഇതാണ് ഇതിന്റെ യൂണിറ്റ് വെക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയാം ഇവിടെ 3 ക്വസ്റ്റ്യൻസ് a cross b ചെയ്തു മോഡുലസ് ചെയ്തു അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനെ സ്കോർ ചെയ്തു ഓക്കെ ആണല്ലോ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നു that is 7ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇവിടെ അത് തന്നെ പക്ഷെ ഇവിടെ find a unit vector perpendicular to each of the vector a plus b and a minus b എന്നാണ് അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കണം നമുക്കൊരു a plus bക്ക് നമുക്കൊരു വെക്ടർ കൊടുക്കാം എന്നിട്ട് ഒരു c വെക്ടർ എന്ന് വിചാരിച്ചോ c വെക്ടർ is equal to a വെക്ടർ plus b വെക്ടർ നീ a വെക്ടറും b വെക്ടറും കൂടെ ആഡ് ചെയ്ത് നോക്ക് 3iയും ഒരു iയും കൂടെ ആഡ് ചെയ്താൽ 4i ഇനി 2jയും 2jയും കൂടെ ആഡ് ചെയ്താൽ 4j 2kയും 2kയും കൂടെ ആഡ് ചെയ്താൽ 0 ആയി പോകും അതാണ് സി വെക്ടർ ഇനി നമുക്ക് അടുത്ത ഒരു പേര് കൊടുക്കണം ഡി വെക്ടർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഡി വെക്ടർ ഈസ് ഈക്വൽ ടു ഒരു പറയുന്നു എ മൈനസ് ബി എന്ന് പറയും ഇതുപോലെ രണ്ട് വെക്ടറിന്റെ സം ചോദിച്ചാൽ ഇതുപോലെ ചെയ്യും 3i i പോയാൽ 2i 2j 2j പോയാൽ 0 ഇനി 2k 2k പോയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ട് ദാറ്റ് ഈസ് 2k ഓക്കെ ആയോ ഇനി ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ അപ്പൊ യൂണിറ്റ് വെക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഫോർമുല എന്തുവാ ദാറ്റ് ഈസ് സി ക്രോസ് ഡി അല്ലേ രണ്ടിന്റെയും ക്രോസ് എ പ്ലസ് ബിയും എ മൈനസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി ക്രോസ് ഡി അത്രയേ ഉള്ളൂ എത്രയും നിങ്ങൾ ചെയ്താൽ ഓക്കെ ആണല്ലോ ഇനി സി ക്രോസ് ഡി കണ്ടുപിടിക്കാൻ അറിയാം സി ക്രോസ് ഡി ആർ സിയും ഡിയും കൊടുത്താൽ എ പ്ലസ് ബി കൂടെ ചേർത്ത് സി കൊടുക്കുക എ മൈനസ് ബി ഡി എന്ന് കൊടുക്കുക ഈസിയായിട്ട് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പൊ സി ക്രോസ് ഡി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നമുക്ക് ഐ എഴുതാം ജെ എഴുതാം കെ എഴുതാം ഉറപ്പാണല്ലോ ഐ എത്ര ഇവിടെ നോക്ക് സിയുടെ നോക്ക് 4 കെ ആരുമില്ല ദാറ്റ് ഈസ് 0 ഇനി രണ്ടാമത്തത് 2 ജെ ആരുമില്ല അപ്പൊ 0 എന്ന് കൊടുക്കണം എളുപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം that is equal to I into 8 എന്ന് വരും ഓക്കെ 8 minus 0 മൈനസ് j into എന്ന് പറയുമ്പോൾ അവിടെയും 8 മാത്രമേ വരുള്ളൂ അടുത്ത പ്ലസ് കെ വെക്ടർ ഇൻറ്റു ആര് വരും ദാറ്റ് ഈസ് 0 മൈനസ് 8 വരും ഓക്കെ ആണോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി 8i കിട്ടി മൈനസ് 8j കിട്ടി മൈനസ് 8k കിട്ടി ഓക്കെ ആണല്ലോ ഇതാണ് നമ്മളുടെ യൂണിറ്റ് വെക്ടർ ഓക്കെ ആണോ ഇതാണ് നമ്മളുടെ എ സി ക്രോസ് ഡി ഇനി മോഡുലസ് ഓഫ് സി ക്രോസ് ഡി വേണം എന്നാലേ ഫുൾ ക്വസ്റ്റ്യൻ ആവുള്ളൂ അപ്പോൾ മോഡുലസ് ഓഫ് സി ക്രോസ് ഡി എന്ന് പറഞ്ഞാൽ
മോഡുലസ് ഓഫ് 8i മൈനസ് 8j മൈനസ് 8k. ഇങ്ങനെ മോഡുലസ് കണ്ടുപിടിക്കാം. ഫിസിക്സിൽ എല്ലാവർക്കും അറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് പറയൂ 8 സ്ക്വയർ പ്ലസ് മൈനസ് 8 ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 8 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടി? വിച്ച് ഈസ് ഈക്വൽ ടു 64 പ്ലസ് 64 പ്ലസ് 64 64 3. അപ്പം നാം 12 which is equal to square root of 1. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. Therefore യൂണിറ്റ് വെക്ടർ is equal to എന്താ ആൻസർ എഴുതാം? is equal to c cross d എന്ത് കിട്ടി? 8i പറയൂ മൈനസ് 8j മൈനസ് 8k the whole divided by root of ഇത് കിട്ടി 192 കിട്ടി. ഇങ്ങനെ എഴുതാം. അല്ലെ 8 ഡിവൈഡഡ് ബൈ എന്ന് എഴുതി ചെയ്യാം. അല്ലെ ഇത്ര എഴുതിയാലേ നിങ്ങൾക്ക് മതിയാം. ദാറ്റ് ഈസ് കോൾഡ് it is unit vector perpendicular to a and b. That is the answer. ഇതാണ് നമ്മളുടെ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറയും. ഓക്കെ ആണല്ലോ. നമ്മൾ മാക്സിമം വെക്ടേഴ്സിലുള്ള എല്ലാ പരീക്ഷയ്ക്കും കൂടുതൽ വെക്ടേഴ്സിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇനി പറയുന്നു. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. Find the unit vector in the direction. So find the unit vector in the direction of vector PQ. ഇതൊക്കെ എളുപ്പം കണ്ടുപിടിക്കാം. അപ്പൊ find the unit vector. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? What is the unit vector PQ? അപ്പൊ PQ ന്റെ യൂണിറ്റ് വെക്ടർ PQ എങ്ങനെ കണ്ടുപിടിക്കാം? PQ വെക്ടർ എന്ന് പറഞ്ഞാൽ പറയൂ PQ ഡിവൈഡഡ് ബൈ PQ vector divided by modulus of PQ. ക്ലിയർ ആയോ? ഇതാണ് യൂണിറ്റ് വെക്ടർ along PQ എന്ന് പറയും. ഇനി PQ സാർ എങ്ങനെ PQ കണ്ടുപിടിക്കും? PQ വെക്ടർ is equal to നമുക്ക് എങ്ങനെ എഴുതാം? OQ മൈനസ് OP എന്ന് എഴുതാം. OQ മൈനസ് OP അല്ലേ? OQ എന്ന് OP മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 4 മൈനസ് 1 ഇൻറ്റു I എഴുതാം. അടുത്ത 5 മൈനസ് 2 ഇൻറ്റു ജെ. അടുത്ത 6 മൈനസ് 3 ഇൻറ്റു എന്ത് പറയാം? ഇൻറ്റു കെ എന്ന് പറയാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? ദാറ്റ് ഈസ് 3i പ്ലസ് 3j പ്ലസ് 3k. നല്ലൊരു ആൻസർ. ഇനി മോഡുലസ് ഓഫ് പി ക്യു ചോദിച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇനി നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ which is equal to എത്ര? 9 plus 9 plus 9 27 root of 27 വേണമെങ്കിൽ root of 9 into 3 അല്ലേ? which is equal to എഴുതാൻ പറ്റുന്നുള്ളത് എഴുതുക. So therefore, so what is the unit vector? Unit vector PQ പറയൂ. PQ vector is equal to PQ എന്ത് കിട്ടി? 3i അല്ലേ? 3i plus 3i plus 3j അല്ലേ? 3i plus 3j plus 3k അല്ലേ? ഡിവൈഡഡ് ബൈ എന്ത് പറയാം? that is 3√3 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു ചോദിച്ചാൽ നമ്മൾ ആദ്യം പി ക്യു കണ്ടുപിടിക്കണം. ഇവിടെ 2 വെക്ടർ തന്നിട്ടുണ്ട്. പി ആൻഡ് ക്യു ആർ ദ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഒ ക്യൂയിൽ നിന്ന് ഒ പി എം രണ്ടാമത് വെക്ടറിൽ നിന്ന് ആദ്യത്തെ വെക്ടർ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് പി ക്യു വെക്ടർ കിട്ടും. ആ പി ക്യു വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് പി ക്യു വെക്ടർ. അപ്പോൾ ഒ ക്യു മൈനസ് ഒ പി, അപ്പോൾ 3i പ്ലസ് 3j പ്ലസ് 3k. പി ക്യു എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് 9 പ്ലസ് 9 പ്ലസ് 9 27. റൂട്ട് 27 വെച്ചാൽ റൂട്ട് ഓഫ് 9 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3√3. വെക്ടർ എഴുതാം. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. And we'll go to the next. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തോന്നുന്നു അപ്പോൾ വെക്ടറിന്റെ 3 സെക്ഷൻസ് വന്നു. ഇനി നമ്മൾ പോകുന്ന 3 ഡയമെൻഷണൽ ജോമെട്രിയാണ്.
അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം, അടുത്ത സെക്ഷൻ പോവാണ് 3-dimensional ജോമെട്രി. ആ 3-dimensional ജോമെട്രിയിലും കുറേ റിസൾട്ട്സ് ഉണ്ട്. റിസൾട്ട്സ് പഠിക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വിൽ ഗെറ്റ് ദ ആൻസർ. കറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിൽ പറയുന്നു അതിന്റെ ആംഗിൾസിന് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നു. അപ്പൊ 3 ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ഒന്ന് എക്സ് ആക്സിലും വൈ ആക്സിലും ഇസഡ് ആക്സിലും ഫോം ചെയ്യുന്ന ആംഗിൾ, എക്സ് ആക്സിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്നും, വൈ ആക്സിലെ ബീറ്റ എന്നും, ഇസഡ് ആക്സിൽ എന്ത് പറയാം, ഗാമ എന്നും പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം മൂന്ന് ആക്സസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, നിങ്ങൾക്കറിയാം 3 ആക്സസ്. എക്സ്, ഇത് വൈ, ഇസഡ്. അപ്പൊ ഇവിടെ പറയുന്നു കൺസിഡർ ഡയറക്റ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ. എക്സ് ആക്സിസ് വരുന്ന ആംഗിളിനെ ആൽഫ എന്നും, എക്സ് ആക്സിസ് ആൽഫ ഫസ്റ്റ്, എക്സ് ആക്സിസ് ആൽഫ, വൈ ആക്സിസ് ബീറ്റ, ഇസഡ് ആക്സിസ് ഗാമ. ആൻഡ് ആൽഫ, ബീറ്റ, ഗാമ ആർ ദ ഡയറക്ഷൻ ആംഗിൾസ്. ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷൻ വരച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ഫോം ചെയ്യുന്ന ആൽഫ എന്ന് പറയാം, രണ്ടാമത്തെ ആംഗിൾ ബീറ്റ എന്ന് പറയാം, ഈ മൂന്നാമത്തെ ആംഗിൾ വരുന്നത് ഗാമ എന്ന് പറയാം. ആൽഫ, ബീറ്റ, ഗാമ ആർ ദ ഡയറക്ഷൻ ആംഗിൾസ്. ഇപ്പൊ എക്സ് ആക്സിസ് ഫോം ചെയ്യുമ്പം അതിനെ ആൽഫ എന്നും, വൈ ആക്സിസിനെ ബീറ്റ എന്നും, ഇസഡ് ആക്സിസിനെ ഗാമ എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല. കൊസൈൻസ് ആൽഫ, ബീറ്റ, ഗാമ, അതാണ് നമ്മൾ LMN ആർ ദ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞത്. ആ എല്ലിന് ഇവിടെ കോസ് ആൽഫ എന്നും, എമ്മിന് കോസ് ബീറ്റ എന്നും, എന്നെ കോസ് ഗാമ എന്നും പറയാം. വട്ട് ഈസ് എൽ? കോസ് ആൽഫ, കോസ് ഓഫ് കൊസൈൻ ഓഫ് ആംഗിൾ ആൽഫ. അടുത്ത ബീറ്റ, cosine of angle beta is called m. What is n? That is cosine of angle gamma. അതാണ് നമ്മളിവിടെ LMN എന്ന് പറയുന്നത്. ഇനി സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് ഡയറക്ഷൻ കൊസൈൻസ് ആർ കോൾഡ് ഡയറക്ഷൻ റേഷ്യൂസ് എന്ന് പറയാം. എനി സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് ഡയറക്ഷൻ കൊസൈൻസ് ആർ കോൾഡ് ഡയറക്ഷൻ റേഷ്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇഫ് എ കമ ബി കമ സി പറഞ്ഞ കാര്യമാണ്. ഇഫ് എ കമ ബി കമ സി ആർ ദ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് പി and a comma b comma c be the direction ratios of the direct line passing along p and the origin. What is the direction cosines? പറഞ്ഞു എന്താ? a divided by root of a square plus b square plus c square, b divided by root of a square plus b square plus c square, c divided by root of a square plus b square plus c square. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയത്. ഇനി ആ ഡയറക്ഷൻ കൊസൈൻസിനെല്ലാം നമ്മൾ ആഡ് ചെയ്ത് സ്ക്വയർ ചെയ്താൽ ദാറ്റ് ഈസ് l സ്ക്വയർ പ്ലസ് m സ്ക്വയർ പ്ലസ് n സ്ക്വയർ. അതിൻ്റെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. l സ്ക്വയർ പ്ലസ് m സ്ക്വയർ പ്ലസ് n സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡയറക്ഷൻ റേഷ്യൂസ് ഓഫ് എ ലൈൻസ്, 2 പോയിന്റ്സ് തന്നാൽ x1 y1 z1 ഉം x2 y2 z2 തന്ന് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂസ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ഓഫ് 2 പോയിന്റ്സ് ചോദിച്ചാൽ x2 മൈനസ് x1, രണ്ടാമത്തെ x2 ഇന്ന് 1 മൈനസ് ചെയ്യാം, x2 y2 മൈനസ് y1, z2 മൈനസ് z1. ഇതാണ് ഡയറക്ഷൻ റേഷ്യൂസ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ്. x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. ഇനി രണ്ട് ലൈൻസ്, 2 ഡയറക്ഷൻ റേഷ്യൂസ് തന്നിട്ട് അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കോസ് തീറ്റ, ദാറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഹാവിംഗ് ദ ഡയറക്ഷൻ റേഷ്യൂസ് a1 b1 c1 and a2 b2 c2 തന്നിട്ട് ചോദിച്ചാൽ ആൻസർ ഈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു a1 a2 plus b1 b2 plus c1 c2 divided by root of first a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. ഇതെല്ലാം പഠിച്ചു പോയി, പ്രോബ്ലത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതിൽ തന്നിട്ടുള്ള ഡയറക്ഷൻ റേഷ്യൂസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എഴുതാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മോഡലസ് കൊടുക്കുക, ആ a1 a2 മൾട്ടിപ്ലൈ പ്ലസ് b1 b2 ചെയ് പ്ലസ് c1 c2 എല്ലാം കൂടെ ആഡ് ചെയ്യും,
ഡിവൈഡഡ് ബൈ ഓരോന്നിൻ്റെ റേഷ്യോ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. ഓക്കെ ആണല്ലോ, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, if the direction ratios are proportional then the lines are parallel. The direction ratios എല്ലാം പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ലൈൻസ് എല്ലാം പാരലൽ ആയിട്ട്, ദാറ്റ് ഈസ് a1 by a2 അല്ല പാരലൽ ചോദിച്ചാൽ a1 by a2 is equal to b1 by b2 is equal to c1 by c2. ഇനി മേളിലുള്ള പാർട്ട് കോസ് തീറ്റയുടെ മേളിൽ വരുന്നില്ലേ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ആൻസർ 0 ആണെങ്കിൽ ആ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, ആ a1 a2 ആ ഡയറക്ഷൻ റേഷ്യോസ് എഴുതി വെച്ചിട്ട് നീ ചെയ്ത് നോക്കിയാൽ മതി. a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ ദെൻ ദ ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് നമുക്ക് പറയാം. അല്ല അതിനകത്ത് വേറെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനില്ല. എല്ലാം നമ്മൾ 3Dയിൽ കംപ്ലീറ്റ് ആ ഫോർമുല പഠിക്കുക. ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ലൈൻ സ്പേസ് പറയുന്നു, ഇക്വേഷൻ ഓഫ് എ ലൈൻ വെൻ എ പോയിന്റ് പാരലൽ റേഷ്യോ. വാട്ട് ഈസ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഓഫ് ലൈൻ? ഒരു പോയിന്റും അതിന്റെ പാരലൽ ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ. കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ വെൻ എ പോയിന്റ് ആൻഡ് എ പാരലൽ ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ? ഫസ്റ്റ് വാട്ട് ഈസ് ദ വെക്ടർ ഇക്വേഷനിലേക്ക് വന്നു. വാട്ട് ഈസ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ? ഒരു പോയിന്റും ആൻഡ് പാരലൽ ടു വേറൊരു വെക്ടർ കൊടുത്താൽ വാട്ട് ഈസ് ദ ഫോർമുല? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് അത് തന്നെ സീറോ അത് തന്നെ. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ. ആ എ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആയിരിക്കും, ശ്രദ്ധിച്ചോളണം. ആ പോയിന്റിനെടുത്ത് എ വെക്ടറാക്കി എഴുതണം, i പ്ലസ് ജെ പ്ലസ് കെയിലാക്കി എഴുതണം. ആൻഡ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ പാരലൽ വെക്ടറാണ്. അവിടെ എന്ത് ചെയ്യണം? ഒരു ലാംഡ എന്നൊരു പാരാമീറ്ററിനെ കൊടുക്കണം. ലാംഡയോ മ്യൂയോ എന്ത് വേണം കൊടുക്കും. ഇൻറ്റു ബി വെക്ടർ. ഇൻറ്റു ബി വെക്ടർ ഈസ് എ പാരലൽ വെക്ടർ. നോക്കിയാൽ അറിയാൻ പറ്റും. ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ലാംഡ വി ഗെറ്റ് പാരലൽ. ലാംഡ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് വി ഗെറ്റ് പാരലൽ ലൈൻസ് എന്ന് പറയാം. ഓക്കെ ആണോ? ദെൻ വിൽ ഗോ ടു ദ നെക്സ്റ്റ്. ഇതിൻ്റെ കാർട്ടീഷ്യൻ, വാട്ട് ഈസ് എ കാർട്ടീഷ്യൻ ഫോം? കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ x1 y1 z1 പോയിന്റ് ആണ്. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ്. കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സ് മൈനസ് എക്സ് കഴിഞ്ഞ് മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി is equal to z minus z1 by c. ആ x1 y1 z1 ആണ് ആ പോയിന്റ്. നോക്കിക്കൊള്ളണം, അതാണ് നമ്മളുടെ. അപ്പോൾ പോയിന്റ് എഴുതാൻ ഇങ്ങനെ ഒരു കാർട്ടീഷ്യൻ ഫോം തന്നിട്ട് x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഇസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ സി തന്നിട്ട് ഇതിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം നിങ്ങൾ നോക്കണം. എക്സ് കഴിഞ്ഞിട്ട് എല്ലാം മൈനസ് വന്നിട്ടുണ്ടോ നോക്കണം. മൈനസിലുണ്ടെങ്കിൽ അത് ഓക്കെ ആയി. ആ മൈനസിന് ശേഷമുള്ള ആ ഓരോന്നിനെ വാല്യൂസ് പറഞ്ഞാൽ ഇവിടെ x1 y1 z. ഇനി a, b, c പാരലൽ ആയിട്ട് വരുന്ന ഡയറക്ഷൻ റേഷ്യൂസ് എന്ന് പറയും. ആ താഴെ വരുന്നതിന് ഡയറക്ഷൻ റേഷ്യൂസ് ആയിട്ട് പാരലൽ ആയിട്ട് വരുന്ന ഡയറക്ഷൻ റേഷ്യൂസ്. ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചത്. ഓക്കെ ആണോ? നമ്മൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ വെൻ ടു പോയിന്റ്സ് ആർ ഗിവൺ? രണ്ട് പോയിന്റ്സ് തന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വെൻ ടു പോയിന്റ്സ് ആർ ഗിവൺ, ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് എ എന്ന് പറഞ്ഞാൽ പോയിന്റ് ആയിരിക്കും, നോക്കിക്കൊണ്ട് ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും, പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റിനെ മൈനസ് ചെയ്ത് എഴുതാം. അതാണ് ഉറപ്പ്. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ മൈനസ് എ വെക്ടർ. ആ എ വെക്ടറും ബി വെക്ടർ എന്തായിരിക്കും? പോയിന്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കും. രണ്ട് പോയിന്റ്സ് കൊടുത്തിരിക്കും. ആദ്യത്തെ പോയിന്റിനെ എ വെക്ടറായിട്ടും രണ്ടാമത് പോയിന്റിനെ ബി വെക്ടറായിട്ടും. ഞാൻ പ്രോബ്ലം തരുന്നുണ്ട് ജസ്റ്റ്, അപ്പോഴത് പറയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ബിന്ന് എ വെക്ടറിനെ മൈനസ് ചെയ്ത് ആ ലാംഡയുടെ അടുത്ത് എഴുതാം. ഓക്കെ ആണോ? ഇതാണ് വെക്ടർ ഇക്വേഷൻ ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിന്റ്സ്. അതിന്റെ കാർട്ടീഷ്യൻ ഫോം കണ്ട, വാട്ട് ഈസ് ദ കാർട്ടീഷ്യൻ ഫോം ഇക്വേഷൻ ഓഫ് പാസിംഗ് ത്രൂ ടു പോയിന്റ്സ്? x minus x1 by x2 minus x1, y minus y1 by y2 minus y1, z minus z1 by z2 minus x1 y1 z1 x2 y2 z2 are 2 points. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ട് കറക്റ്റാണ് പഠിച്ചോ. ഇതാണ് എൻ്റെ കാർട്ടീഷ്യൻ ഫോം. അപ്പോൾ രണ്ട് പോയിന്റ്സ് വന്നിട്ട് എൻ്റെ വെക്ടർ ഇക്വേഷൻ എഴുതാൻ പറയും, കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാൻ പറയും. ഈ ഫോമിൽ എഴുതണം. എഴുതണം x minus x1 by x2 minus x1, y minus y1 by y2 minus y1, z minus z1 by z2 minus z2. x1 y1 z1 and x2 y2 z2 are 2 points. ഓക്കെ ആണോ?
ഇനി ആംഗിൾ ബിറ്റ്വീൻ രണ്ട് ലൈൻസ് എന്നാൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോം അത് വെക്ടർ ഫോമിൽ പറയുന്നുണ്ട്. വെക്ടർ ഫോമിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തുവാ? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്ടർ. അപ്പൊ എവിടെയെങ്കിലും ഒരു വെക്ടർ ഫോമിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ നീ എന്ത് എഴുതണം? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ഒരു വെക്ടർ തന്നിരി പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്ടർ. ഇനി അതുപോലെ ആർ വെക്ടർ ഈസ് ഈക്വൽ രണ്ട് ലൈൻസ് ഇല്ലേ, A2 വെക്ടർ പ്ലസ് മ്യൂ ഇൻറ്റു B2 വെക്ടർ. അങ്ങനെ രണ്ട് ലൈൻസ് തന്നിരിക്കും. അതിൻ്റെ ഇടയിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ cos theta is equal to പഠിച്ചോ B1 dot B2 divided by modulus of B1 into modulus of B2. സാർ B1 എവിടെ സാർ കിട്ടും? ലാംഡ ഇൻറ്റു ഫസ്റ്റ് കണ്ട B1 അവിടെ ആരും നോക്കിക്കൊണ്ട് അടുത്ത മ്യൂ ഇൻറ്റു B2 അവിടെ ഉള്ളത് മ്യൂവിൻ്റെ കൂടെ ഉള്ളതിനെ B2 എന്ന് എടുക്കണം. ആ രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ആ രണ്ട് വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ഇൻറ്റു മോഡുലസ് ഓഫ് B2. കണ്ട ജസ്റ്റ് ഫോർമുല യു ഹാവ് ടു തറവിറ്റ്. ഇനി പാരലലാണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് വെക്ടർ B1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു B2. ഇനി അടുത്ത ഈ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നീ രണ്ട് വെക്ടറിന്റെ ഡോട്ട് എടുത്താൽ 0 കിട്ടും. ആ ആറിന്റെ ലാംഡയുടെ കൂടെ വരുന്നില്ലേ B1 ആ B2 കൂടെ ഡോട്ട് എടുത്താൽ 0 കിട്ടും. അതാണ് ദാറ്റ് ഈസ് ടു വെക്ടർ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ B1 ഡോട്ട് B2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? അതാണ് വെക്ടർ ഫോം എന്ന് പറയും. എന്റെ കാർട്ടീഷ്യൻ ഫോം പറയുന്നു രണ്ട് ലൈൻസ്. ഫസ്റ്റ് ഫോം x മൈനസ് x1 ബൈ a ഈസ് ഈക്വൽ ടു a1 y മൈനസ് y1 ബൈ b1 z മൈനസ് z1 ബൈ c1. അതൊരു ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ എക്സ് മൈനസ് x2 ബൈ a2 y മൈനസ് y2 ബൈ b2. അപ്പോൾ രണ്ട് കാർട്ടീഷ്യൻ തന്നിട്ടുണ്ട് ഫോം ആണെങ്കിൽ വാട്ട് ഇസ് ദ കോസ് തീറ്റ? a1 a2 നമ്മൾ പറഞ്ഞ പോലെ b1 b2 പ്ലസ് c1 c2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ. കണ്ടാ ഡയറക്ഷൻ റേഷ്യോ നോക്കിയാൽ ഫസ്റ്റ് ഫോമിന്റെ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ടാ സ്ക്വയർ, അതേപോലെ രണ്ടാമത് സ്ക്വയർ കൊടുക്കുക. പാരലൽ ആണെങ്കിൽ a1 ബൈ a2 റേഷ്യോസിന്റെ എഴുതിയാൽ a1 ബൈ a2 ഈസ് ഈക്വൽ ടു b1 ബൈ b2 ഈസ് ഈക്വൽ ടു c1 ബൈ c2. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ മേളിലുള്ള എല്ലാം ആ റേഷ്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a1 ഇൻറ്റു a2 പ്ലസ് b1 ഇൻറ്റു b2 പ്ലസ് c1 c2 ഈക്വൽ ടു എന്ത് വരും? അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ഉണ്ട്. ഓക്കെ ആണോ? ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ടു ലൈൻസ് എന്ന് പറയുന്നത് നെയ്തർ ഇന്റർസെക്റ്റിംഗ് അല്ല, നെയ്തർ ഇന്റർസെക്റ്റിംഗ് നോട്ട് പാരലൽ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ആ സ്ക്യൂ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെക്ടർ ഫോമിലാണെങ്കിൽ ആർ വെക്ടർ ഈസ് a1 പ്ലസ് ലാംഡ ഇൻറ്റു b1 അത് ഫസ്റ്റ് വെക്ടർ. ആർ വെക്ടർ ഈസ് a2 പ്ലസ് മ്യൂ ഇൻറ്റു b2. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. വെക്ടർ ഫോമിൽ ചോദിച്ച ഫോർമുല b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് അല്ലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആർ വെക്ടർ ഈസ് a1 എന്ന് നോക്കണം, ലാംഡ ഇൻറ്റു b1. ആർ വെക്ടർ ഈസ് a2 പ്ലസ് മ്യൂ ഇൻറ്റു b2. കറക്റ്റാ സ്റ്റാൻഡേർഡ് ഫോർമുല നീ കറക്റ്റാ മനസ്സിലാക്കി വരും. ആ ഫോർമുല കാണാതെ പണി. d ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ b1 ക്രോസ് b2. ഇതാണ് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇനി അതിന്റെ കാർട്ടീഷ്യൻ ഫോം പറയുന്നു. രണ്ട് ഷോർട്ടസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ കാർട്ടീഷ്യൻ ഫോമിൽ വന്നാലും നിങ്ങൾ അതിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റി ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ കാർട്ടീഷ്യൻ ഫോമിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർമുല പഠിച്ചോ. ദാറ്റ് ഈസ് എക്സ് മൈനസ് x1 ബൈ a1 ഈസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ b1 ഈസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ c1. x മൈനസ് a2 ബൈ a2 y മൈനസ് y2 ബൈ b2 z മൈനസ് z2 ബൈ b2 സ്ക്യൂ ലൈൻസ്. d കണ്ടുപിടിക്കാൻ ഫോർമുല കണ്ട ഡിറ്റർമിനന്റ് മൊത്തം മോഡുലസ് ആണ്. മോഡുലസിനകത്ത് ഡിറ്റർമിനന്റ് ആണ്. പഠിച്ചു ഇത് നിങ്ങൾ NCERT പറയുന്നുണ്ട്. ചില ആൾക്കാർ കാർട്ടീഷ്യൻ ഫോമിൽ തന്നെ അതിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റി ആ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 മോഡുലസ് ഓഫ് b1 ക്രോസ് b2 ഇട്ട് ചെയ്യും. അല്ല നിങ്ങൾക്ക് കാർട്ടീഷ്യൻ ഫോമിൽ തന്നെ അതേപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല കാണാതെ പഠിക്കാം. ഡിറ്റർമിനന്റ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് NCERT ക്ലിയറാ കൊടുത്തിട്ടുണ്ട്. a1 b1 c1 a2 b2 c2. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് അത് കുറച്ച് മനസ്സിലാക്കണം. b1 c2 മൈനസ് b2 c1 ദ ഹോൾ സ്ക്വയർ അടുത്ത c1 a2 മൈനസ് c2 a1 ദ ഹോൾ സ്ക്വയർ a1 b2 മൈനസ് a2 b1 ദ ഹോൾ സ്ക്വയർ. എന്താ ഈ b1 c2 മൈനസ് b2 c1 ഓക്കെ ആണല്ലോ. അടുത്ത c1 ഉം a2 മൈനസ് a1 c2 a1. അടുത്തത് ഇവ രണ്ടുപേരും a1 b2 മൈനസ് a2 b1. എന്താ എളുപ്പത്തിൽ മനസ്സിലാക്കാം.
അങ്ങനെ നിങ്ങൾക്ക് കാർട്ടീഷ്യൻ ഫോം തരികയാണ്. ഈ ഫോർമുല നിങ്ങൾ കറക്റ്റാണ് പഠിക്കുക. ആ A1 B2 എല്ലാം അതിൽ നോക്കി കറക്റ്റ് ചെയ്യും. ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യനിൽ നോക്കി നിങ്ങൾ ആ റൂട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻസ്. രണ്ട് പാരലൈൻസ് ഒന്ന് ഡിസ്റ്റൻസ് ചോദിച്ചാൽ B ക്രോസ് A2 മൈനസ് A1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് B. അപ്പോൾ എവിടെയും രണ്ട് പാരലൈൻസ് തന്നാൽ, പാരലൈൻസ് തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മോഡുലസ് ഓഫ് B ക്രോസ് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ B. ക്വസ്റ്റ്യൻ പേപ്പറിൽ B എന്തെന്ന് നിനക്കറിയാം, A1 എന്തെന്നറിയാം, A2 എന്ന രണ്ട് ലൈൻസ് അവർ കൊടുത്തിരിക്കും. നിനക്ക് സ്റ്റാൻഡേർഡ് ഫോം എഴുതാൻ അറിയാം. എന്താ സ്റ്റാൻഡേർഡ് ഫോം? R വെക്ടർ ഈസ് ഈക്വൽ ടു A1 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്ടർ. അടുത്ത് R വെക്ടർ ഈസ് ഈക്വൽ ടു A2 വെക്ടർ പ്ലസ് മ്യൂ ഇൻറ്റു B2 വെക്ടർ. ഈ രണ്ട് വെക്ടർ അവിടെ കറക്റ്റാണ് കൊടുത്തിരിക്കും. ഇവിടെ ഡയറക്റ്റാ B നോക്ക്, അത് നോക്കി കറക്റ്റായിട്ട് എൻ്റെ ആൻസർ എഴുതിക്കാം. എഴുതിയാൽ നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, അത് വെക്ടർ നോക്കി നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ പ്രോബ്ലം എന്ത് പറയുന്നു ചോദിച്ചാൽ, ക്വസ്റ്റ്യനിൽ ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ടു ലൈൻസ്. കണ്ട, കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഹൗ ടു റൈറ്റ് ഔട്ട് ദ വെക്ടർ ഇക്വേഷൻ എഴുതാൻ. അപ്പൊ വെക്ടർ ഇക്വേഷൻ വന്നാൽ നിനക്ക് അറിയാം R വെക്ടർ ഈസ് ഈക്വൽ ടു, പോയിന്റ് ഞാൻ നേരത്തെ നോക്കാൻ പറഞ്ഞു, എക്സ് മൈനസ് ആണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ നീ എന്ത് എഴുതാം? മൈനസ് I 1 ഇൻറ്റു I. കണ്ട, മൈനസ് 1 ഇൻറ്റു J. അടുത്ത മൈനസ് 1 ഇൻറ്റു K. കണ്ട, ഇതാണ് ആദ്യം നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോ. പ്ലസ് ഞാൻ പറഞ്ഞു തന്നു, പ്ലസ് ലാംഡ ഇൻറ്റു ആ വെക്ടർ എന്ത് എഴുതണം? താഴെയുള്ള നോക്കി എഴുതണം. എന്ത് വരും? 7I മൈനസ് 6J പ്ലസ് K. കഴിഞ്ഞു, ഫസ്റ്റ് വെക്ടർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത് വെക്ടർ ഇതുപോലെ തന്നെ R വെക്ടർ. ഇനി നിങ്ങൾ പറയൂ, R വെക്ടർ ഈസ് ഈക്വൽ ടു പറയൂ. കണ്ട, മൈനസ് കറക്റ്റാ വന്നിട്ടുണ്ട്. അപ്പം 3I. അടുത്ത കണ്ട, ഇവിടെ കറക്റ്റാ സ്റ്റാൻഡേർഡ് ഫോം വന്നിട്ടുണ്ട്. 5J. അടുത്ത കറക്റ്റാ 7 വന്നിട്ടുണ്ട്, മൈനസ് 7K. ഓക്കെ ആയാ? പ്ലസ് ലാംഡ എന്നുള്ള വേറൊന്ന് കൊടു, മ്യൂ ഇൻറ്റു താഴെ നോക്കണ്ട 1 ഇൻറ്റു I മൈനസ് 2 ഇൻറ്റു J പ്ലസ് K. കണ്ട, ഇതാണ് ആൻസർ. ഇതാണ് അതിന്റെ വെക്ടർ ഇക്വേഷൻ. കണ്ട, ഇപ്പൊ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ നിങ്ങൾക്ക് വെക്ടർ എഴുതാൻ വളരെ എളുപ്പമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ട, അത്രയേ ഉള്ളൂ. ആ പ്ലസ് പറഞ്ഞ എല്ലാം മൈനസ് ആക്കിക്കൊണ്ട്, മൈനസ് തന്നാൽ സ്റ്റാൻഡേർഡ് ഫോം തന്നെ. എക്സ് മൈനസ് x1 ബൈ A ഈക്വൽ ടു Y മൈനസ് Y1 ബൈ B ഇസ് ഈക്വൽ ടു Z മൈനസ് Z1 ബൈ C. എല്ലാത്തിലും മൈനസ് ഉണ്ട്. അപ്പം IJK മാത്രം എടുത്താൽ ഡിവൈഡഡ് ബൈ ഒരു ലാംഡ, ഫസ്റ്റ് ലാംഡ, രണ്ടാമത് B കൊടുക്കും. ഓക്കെ, ഇതാണ് എൻ്റെ വെക്ടർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. We will go to the next question. Sir, write the vector from the point ആണ് ചോദിച്ചിട്ടുള്ളത്. Write the vector from the point ആണ്. അപ്പൊ ഇതിലിപ്പോ വെക്ടർ എഴുതാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് വേറെ പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. A to B, A വെക്ടർ AB ആണ് ചോദിച്ചിട്ടുള്ളത്. AB വെക്ടർ ആണ് അവൻ ചോദിച്ചിരിക്കുന്നത്. AB വെക്ടർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തറിയാം? OB വെക്ടർ മൈനസ് OA വെക്ടർ എന്നറിയാം. നിങ്ങൾക്ക് നോക്കി എഴുതാൻ അറിയാം 4 മൈനസ് 1 ഇൻറ്റു I. അടുത്ത നിങ്ങൾക്ക് എഴുതാൻ അറിയാം 3 മൈനസ് 3. ഓക്കെ ആണോ? ഇൻറ്റു J പ്ലസ് അടുത്ത അറിയാം 2 മൈനസ് 5 ഇൻറ്റു K. സിംപ്ലിഫൈ ചെയ്ത് കറക്റ്റ് എഴുതും. That is equal to 3I plus 0 into J minus 3 into K. ഇതാണ് അവൻ ചോദിച്ചിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. ഇതാണ് ഫൈൻഡ് ദ വെക്ടർ ഫ്രം ദ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പ്രയാസവും ഇല്ല. ഓക്കെ, അത്രയുള്ള വേറെ എഴുതാൻ ഒന്നുമില്ല. ഇനി മൂന്നാം ക്വസ്റ്റ്യൻ എന്ന് പറയും ചോദിച്ചാൽ ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ. ഇവിടെയും കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുള്ളൂ. എക്സ് മൈനസ് x1 ബൈ A ഈക്വൽ ടു Y മൈനസ് Y1 ബൈ B Z മൈനസ് Z1 ബൈ C. ഇവിടെ എക്സ് Z1 ഒന്നും കാണാനില്ല. അപ്പോൾ നീ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ. റൈറ്റ് ദ വെക്ടർ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതാം. അപ്പൊ അതിന്റെ വെക്ടർ ഇക്വേഷൻ ഏതാ പറഞ്ഞാൽ നിങ്ങൾ വളരെ എളുപ്പം എഴുതും. R വെക്ടർ ഈസ് ഈക്വൽ ടു, നമുക്ക് വേറെ ആരും ഇല്ല അവിടെ, എന്തോ 0 ഇൻറ്റു I എന്നല്ലോ, പ്ലസ് 0 ഇൻറ്റു J, കാരണം Z മൈനസ് ആരുമില്ല, Y മൈനസ് ആരുമില്ല, പ്ലസ് 0 ഇൻറ്റു K. കണ്ട, കറക്റ്റാ നമ്മൾ എഴുതി.
കണ്ടോ പ്ലസ് അടുത്തറിയാം പ്ലസ് ഒരു ലാംഡ നമുക്ക് കൊടുക്കാം അല്ലേ ലാംഡ ഇൻറ്റു റേഷ്യോ സൈഡ് ദാറ്റ് ഈസ് 2i കേട്ടാ 2i പിന്നെ എന്തെഴുതാം പ്ലസ് 4j കേട്ടാ പ്ലസ് എന്തെഴുതാം പ്ലസ് 2k ഇത്രയേ ഉള്ളൂ ഇതാണ് അതിന്റെ വെക്ടർ ഇക്വേഷൻ അപ്പൊ അത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ടുണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് വെക്ടർ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ 0 ഇൻറ്റു ഐ പ്ലസ് 0 ഇൻറ്റു ജെ പ്ലസ് 0 ഇൻറ്റു കെ ആണ് കണ്ട അവിടെ എക്സ് മൈനസ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എന്നാണ് അപ്പൊ നമ്മളവിടെ ചെയ്യേണ്ടതാണ് ഓക്കെ ആണല്ലോ ഇതാണ് എന്റെ വെക്ടർ ഇക്വേഷൻ അപ്പൊ വെക്ടർ ഇക്വേഷൻ ക്ലിയർ ആയല്ലോ ഇതാണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം if L, M, N are the direction cosines of a line in space. So what is L square plus M square plus N square? So ഇതെല്ലാവർക്കും അറിയാം റിസൾട്ട് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു So what is LMN of the direction cosines of line ആണെങ്കിൽ L square plus M square plus N square which is equal to എന്തുവാ which is equal to 1. L square plus M square plus N square is equal to 1. L square plus M square plus N square is equal to 1. Okay ആണല്ലോ okay ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് വെക്ടർ ഇക്വേഷൻസ് ആർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഫോർമുല പറഞ്ഞായിരുന്നു എല്ലാവർക്കും അറിയാം shortest distance കണ്ടുപിടിക്കേണ്ട ഫോർമുല what is the formula d is equal to what is the formula d is equal to modulus of a2 minus a1 dot b1 cross b2 അല്ലേ b1 cross b2 the whole divided by modulus of b1 cross b2 ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചാൽ ആൻസർ ആയി ഇനി വാട്ട് ഈസ് a1 നമുക്ക് ഡയറക്റ്റ് അറിയാം a1 എന്ന് പറയുന്നത് ആരും ചോദിച്ചാൽ that is equal to i plus j അതാണ് നമ്മളുടെ a1 പ്ലസ് ലാംഡ ഇൻറ്റു b1 ചോദിച്ചാൽ it is equal to a1 plus lambda into b1 that is equal to 2i minus j plus k okay ആണല്ലോ ഇനി what is a2 അറിയാം 2i plus j minus k what is b2 വെക്ടർ ആരാ b2 is equal to പറയൂ 3i minus 5j plus 2k okay ആയോ ഇതാണ് a1 എഴുതി r വെക്ടർ ഫസ്റ്റ് പറഞ്ഞ a1 plus lambda into b1 രണ്ടാമത് a2 plus mu into b2 അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോം ഇനി നമുക്ക് വേണ്ടത് നമുക്കിനി എന്താ വേണ്ടത് a2 minus a1 വേണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം a2 minus a1 കണ്ടുപിടിക്കാം a2 ന് a1 പോയാൽ 2i ന് i പോയാൽ i j ന് j പോയാൽ 0 അപ്പൊ മൈനസ് k ന് 0 പോയാൽ മൈനസ് k a2 minus a1 നമ്മൾ കണ്ടുപിടിച്ചു ഇനി ആര് വേണം b1 cross b2 വേണം അല്ലേ b1 cross b2 എന്തുവാ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് i j k ഓക്കെ ഇവിടെ എത്ര 2 മൈനസ് 1 1 പിന്നെ എത്ര 3 മൈനസ് 5 2 ഓക്കെ ആണല്ലോ ഇത് നിങ്ങൾ ക്ലിയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ദാറ്റ് ഈസ് i ഇൻറ്റു മൈനസ് 2 പ്ലസ് 5 ഓക്കെ ആണോ മൈനസ് j എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം 4 മൈനസ് 3 ഇനി അടുത്തത് പ്ലസ് k ഇൻറ്റു k ഇൻറ്റു എന്ത് വരും മൈനസ് 10 അല്ലേ മൈനസ് 10 പ്ലസ് 3 ഓക്കെ which is equal to എന്ത് വരും 5 minus 2 that is 3i അടുത്ത 4 minus 3 that is minus j minus 7k okay ഇനി എന്റെ മോഡുലസ് എന്തുവാ what is modulus of b1 cross b2 modulus of b1 cross b2 root of 3 square plus minus 1 the whole square plus minus 7 the whole square which is equal to എന്ത് വരും root of 9
plus 1 plus 7 square, that is 49. അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 49 ഒന്ന് 50 റൂട്ട് ഓഫ് 59. ഓക്കെ, എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡയറക്റ്റ് നമ്മൾ അവിടെ കൊടുക്കും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തുവാ? വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a2 മൈനസ് a1 എത്ര? I വെക്ടർ മൈനസ് k വെക്ടർ. ഓക്കെ ആണോ? വിച്ച് ഈസ് ഡോട്ട്. ഡോട്ട് എന്ത് വരും? വട്ട് ഈസ് b1 ക്രോസ് b2 എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3i മൈനസ് j മൈനസ് 7k. ഓക്കെ ആണോ? ഡിവൈഡ് ഹോൾ ഡിവൈഡഡ് ബൈ മോഡുലസ് എത്ര? റൂട്ട് ഓഫ് 59. 9 49 ഒന്ന് 50 59. ദാറ്റ് ഈസ് ഈക്വൽ ടു 59. കാൽക്കുലേഷനിൽ നിങ്ങൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇവിടെ 3 ഇൻറ്റു ഐ ദാറ്റ് ഈസ് 3. ഓക്കെ, മൈനസ് ജെ അവിടെ ഉണ്ടാ 0 വിട്ടുപോയി. അടുത്ത എന്തുവാ? മൈനസ് അപ്പൊ എന്ത് വരും? പ്ലസ് 7. ഓക്കെ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 59. അപ്പൊ നമ്മൾ ഇതിന്റെ മോഡുലസ് എടുത്താൽ എന്ത് കിട്ടും ആൻസർ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 59. ഇനി ഒന്നും ചെറുതാക്കണ്ട, എഴുതിയാൽ ക്ലിയർ ആണോ? കണ്ട ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ a1 എന്ന് പറയുന്നത് ആർ വെക്ടർ ഈസ് i പ്ലസ് j. ഓക്കെ, അതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ്. കറക്റ്റ് ആൻസർ 10 ബൈ റൂട്ട് 59. കറക്റ്റ് നിങ്ങൾ ഒന്ന് ചെയ്തു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. നമുക്ക് ന്യൂ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ വരും, നമുക്ക് കൂടെ നോക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്തെന്ന് ചോദിച്ചാൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. 2 പോയിന്റ്സ് എന്നാൽ വെക്ടർ ഇക്വേഷൻ എന്തുവാ? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു പറഞ്ഞു തന്നിട്ടുണ്ട് എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ മൈനസ് എ വെക്ടർ. ഓർമ്മയുണ്ട? എ വെക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് ആണ്. 2i പ്ലസ് ജെ പ്ലസ് 0 ഇൻറ്റു കെ. 0 കുഴപ്പമില്ല. പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ മൈനസ് എ വെക്ടർ. അത് നമ്മൾ എഴുതി നോക്കണം. ബി വെക്ടർ മൈനസ് എ വെക്ടർ ആരെന്ന് ചോദിച്ചാൽ 4 മൈനസ് 2 ഇൻറ്റു ഐ. അടുത്ത പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു ജെ. അടുത്തത് 3 മൈനസ് 0 ഇൻറ്റു കെ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് 2i പ്ലസ് 3j. അടുത്ത ലാസ്റ്റ് എന്തുവാ? 3 മൈനസ് 0 ദാറ്റ് ഈസ് 3k. ഇതാണ് നമ്മളുടെ ബി വെക്ടർ മൈനസ് എ വെക്ടർ. അപ്പൊ ഇതെടുത്ത് ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് എന്തുവാ? ദാറ്റ് ഈസ് 2 ഇൻറ്റു ഐ പ്ലസ് 3j പ്ലസ് 3k പ്ലസ് 3k. ഇതാണ് ആൻസർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ. ഞാൻ എഴുതി ഫസ്റ്റ് പോയിന്റ് ആണ് 210 എന്ന് പറയുന്നത് എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ മൈനസ് എ വെക്ടർ. രണ്ടാമത് തന്നിട്ടുള്ള പോയിന്റിൽ നിന്ന് ആദ്യ പോയിന്റ് മൈനസ് 4 മൈനസ് 2 4 മൈനസ് 1 3 മൈനസ് 0. അപ്പൊ അവിടെ കിട്ടുന്ന 2i പ്ലസ് 3j പ്ലസ് 3k. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആർ വെക്ടർ ഈക്വൽ എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ആ ബി വെക്ടർ മൈനസ് എ വെക്ടർ കൊടുത്താൽ നമ്മളെ ഫൈനൽ ആൻസർ ആയി. ഓക്കെ ആണോ? അപ്പൊ ഞാൻ അല്ല 3Dയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അവസാനത്തോടെ +2ന്റെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം കവർ ചെയ്തു. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക. എല്ലാ വീഡിയോസ് എല്ലാം എടുത്ത് എല്ലാ എക്സാം വരുന്നുണ്ട്. നിങ്ങളെല്ലാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇമ്പോർട്ടൻസ് ഓഫ് പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നോട്ട്സും എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ റിഫർ ചെയ്ത് പഠിക്കാം. മാത്തമാറ്റിക്സിൻ്റെ എല്ലാം ഇന്നത്തോടെ +2ന്റെ നമ്മുടെ മാത്സ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം റിഫർ ചെയ്യുക. സോ താങ്ക് യു.